സൂറത്തുൽ കഹ്ഫ് 8-ാം ഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകൾക്ക് നന്മ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ വേറെയും ഗ്രൂപ്പുകളിലൂടെയൊക്കെ രാവും പകലും അധ്വാനിച്ചുകൊണ്ട് നന്മ ഇൽമ പ്രചരിപ്പിക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ദുആകളിൽ ഉണ്ടായിരിക്കണം. കൂട്ടത്തിൽ എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൽക്കർമ്മികളായി ജീവിക്കാനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ കടന്നു പോകാനും നാളെ പരലോകത്തിൽ വിജയിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു നമ്മുടെ ഈ പരിശ്രമം കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا جعلنا ما على الأرض زينة لها. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا. أم حسبت أن أصحاب الكهف والرقيم أصحاب الكهف والرقيم كانوا من آياتنا عجبا. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം അതുകൊണ്ടൊന്ന് മാത്രം നമുക്ക് ഒരിക്കലൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ്, ഇവിടെ പറയപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അല്ലാഹു നമ്മുടെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ അല്ലാഹു നിമിത്തമാക്കി തരട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പാകപ്പിഴകളും താളപ്പിഴകളും തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ മറന്നുപോയത്, എന്നാൽ അല്ലാഹു മറക്കാത്തത്, ജനങ്ങൾക്ക് ഓർമ്മയില്ലാത്തത്, എന്നാൽ അല്ലാഹുവിന് അറിവുള്ളത്, കളിയിലും തമാശയിലും കാര്യത്തിലും ആൾക്കൂട്ടത്തിലും ഒറ്റക്കുമൊക്കെയായി ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ,
സ്നേഹിതന്മാർ അവർക്കെല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധുക്കളിൽ നിന്ന് ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരത്തിലെ അസുഖങ്ങൾ നീ ശിഫയാക്കി തരണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധമുള്ള ദുആ ഇറക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ, ഓപ്പറേഷന് വിധേയമാകുന്നവർ, വലിയ വലിയ രോഗങ്ങൾക്ക് ചികിത്സ തേടി പോകുന്നവർ, അവർക്കൊക്കെ നീ വളരെ പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. സൂറത്തുൽ കഹ്ഫിലെ ഈ 6-ാമത്തെ ആയത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ദഅവത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച നടന്നത്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ്, വിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് ലഭ്യമായ ഏറ്റവും വിലപ്പെട്ട നിധിയാണ്. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അതൊരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അത് ഹഖാണെന്നും സത്യമാണെന്നും ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളത് തിരസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു വേദന വരും. എനിക്ക് ഇത്രയും ബോധ്യപ്പെട്ട ഒരു സംഗതി അവൻ എന്തേ വിശ്വസിക്കാതിരുന്നത്? ഏതെങ്കിലും ഒരു അപകടത്തിന്റെ പരിണിത ഫലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ചെന്നാൽ അവിടെ പതിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് അറിവുള്ള ഒരാൾ, അത് ബോധ്യപ്പെട്ട ഒരാൾ, കണ്ടു കഴിഞ്ഞ ഒരാൾ ആ വഴിക്ക് പോകുന്നവനോട് ആ വിഷയം പറയുമ്പോൾ അത് ചെവിക്കൊള്ളാതെ പോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു മനോവിഷമം സ്വാഭാവികമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തതൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നതൊക്കെ നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ എന്നൊക്കെ നബി ഞങ്ങൾ പറയാറുണ്ട്. ലളഹഖ്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നേനെ എന്നൊക്കെ. അതുകൊണ്ടാണ് അസഫൻ, അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് നബിയെ ഈ വിശുദ്ധ ഖുർആൻ ആരെങ്കിലും അംഗീകരിക്കാതെ പോകുമ്പോൾ, ചെവിക്കൊള്ളാതെ പോകുമ്പോൾ, അത് ഓർത്തെടുക്കാതെ, അത് ചിന്തിക്കാതെ നടക്കുമ്പോൾ അങ്ങേക്ക് അതിൽ വിഷമുണ്ട്. അതിന്റെ പേരിൽ അവരുടെ പിന്നാലെ നടന്ന് സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച് അങ്ങ് സ്വയം അപായപ്പെടുത്താറായിട്ടുണ്ടല്ലോ നബിയെ, അത്രക്കായല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങളെ അല്ലാഹു പുകഴ്ത്തി പറയുകയാണ്. അതിന്റെ ശേഷമുള്ള 2 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഇന്നാ ജഅൽനാ മാ അലൽ അർള്, ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും നാം സജ്ജീകരിച്ചിരിക്കുന്നത് സീനതൻ ലഹാ, ഭൂമിക്ക് അലങ്കാരമായിട്ടാണ്, പ്രപഞ്ചത്തിന് അലങ്കാരമായാണ് ഈ ഭൂമിയെ നാം സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? ലിനബ്ലുവഹും, നാം അവരെ പരീക്ഷിക്കുകയാണ്. അയ്യുഹും അഹ്സനു അമല, ഈ ഭൂമിയിൽ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവരാരാണ് എന്ന് പരിശോധിക്കുവാൻ. ഈ ഭൂമിയെ അലങ്കാരമുള്ളതാക്കി നാം സംവിധാനിച്ചിരിക്കുന്നു, ചമൽക്കാരമുള്ളതാക്കി സംവിധാനിച്ചിരിക്കുന്നു, ആകർഷണീയമായി നാം ഈ ഭൂമിയെ ഒരുക്കി വച്ചിരിക്കുന്നു. وَإِنَّا لَجَاعِلُونَ مَا عَلَيْهَا, ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും സ്വഈദൻ ജുർസാ, വരണ്ടു പോയ, നശിച്ചു പോകുന്ന വരണ്ട ഭൂമിയായി, മരുഭൂമി പോലെ ഈ ഭൂമിയെ നാം മാറ്റിയെടുക്കാൻ പോകുന്നുമുണ്ട്. ഇപ്പോഴിതിങ്ങനെയാണ്. എന്നാൽ ഒരു ഉപകാരവുമില്ലാത്ത, ഒരു ഭംഗിയുമില്ലാതെ ഭൂമിയുടെ സർവ്വ സൗന്ദര്യവും നഷ്ടപ്പെട്ട് വളരെ വരണ്ട മരുഭൂമി പോലെ ഈ പ്രപഞ്ചത്തെ നാം മാറ്റാൻ പോകുന്നുണ്ട്. ഖിയാമത്ത് നാളിനോടടുക്കും അങ്ങനെയാണ്.
തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഈ ഭൂമി ഇക്കാണുന്ന ഭൂമിയല്ലാതെ മറ്റൊരു ഗോളമായി മാറാൻ പോകുന്നു. വസ്സമാവാത്, ആകാശഗോളങ്ങളും പ്രപഞ്ചത്തിലെ ഭൂമിയല്ലാത്ത മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ഇക്കാണുന്ന രൂപത്തിൽ നിന്ന് മാറി വിചിത്രമായ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സർവേശ്വരനായ സർവശക്തനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഇവരൊക്കെ എല്ലാം അവസാനിപ്പിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി മടങ്ങി വരാൻ പോകുന്നുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടാൻ വേണ്ടി പോകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സത്യാവസ്ഥയാണ് അല്ലാഹു തആല ഇവിടെ വിവരിക്കുന്നത്. ഇതും തൊട്ട് മുമ്പ് പറഞ്ഞതും തമ്മിൽ എന്താണ് ബന്ധം? ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതം അങ്ങനെയാണ്. പരിഭാഷ ഇങ്ങനെ വായിക്കുമ്പോഴേ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ വായിക്കാൻ സങ്കല്പിച്ചോളൂ. അപ്പൊ ഈ ആശയങ്ങൾ ഇങ്ങനെ വായിച്ചു. നബിയെ വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർ വിശ്വസിക്കാതിരിക്കുമ്പോൾ അതിൽ സങ്കടപ്പെട്ട് അങ്ങയുടെ ശരീരത്തെ തന്നെ നശിപ്പിക്കാറായിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഈ ഭൂമിക്ക് മുകളിലുള്ള സർവ്വതും നാം അതിന് അലങ്കാരമായി സംവിധാനിച്ചതാണ്. അവരിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഈ രണ്ടായത്തുകൾ തമ്മിൽ എന്താണ് ബന്ധം? പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. നിബിധങ്ങൾ ദഅവത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, പിന്നെ അതാ ദുന്യാവിന്റെ കാര്യം പറയുന്നു. എങ്ങനെയാണ് ഇതിന് ഉള്ളിൽ കിടക്കുന്ന കണക്ഷൻ? എന്താണ് അത്? വിശുദ്ധ ഖുർആനിന്റെ വലിയൊരു അത്ഭുതം കൂടെയാണ്. ലിയദ്ദബ്ബറു ആയാതിഹി എന്നാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്നില്ലയോ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്നല്ല. അഫലാ യതദബ്ബറൂന, തദബ്ബറ എന്ന് പറഞ്ഞ ഒരു വിഷയം ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ അറ്റം വരെ പോകണം. അപ്പോഴാണ് തദബ്ബറ എന്ന് പറയാം. ഒരറ്റം വരെ ചെല്ലുക. അതിന്റെ ബാക്ക് ഭാഗം എന്തിനാണ് ദുബർ എന്ന അറബിയിൽ പറയാം. അതിന്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ പോയി നോക്കുന്നില്ലയോ? നേരങ്ങ് നോക്കിയേ, എനിക്ക് മനസ്സിലായില്ല, ഞാൻ പോവാണ്. അങ്ങനെയല്ല, നിങ്ങൾ അങ്ങ് അറ്റം വരെ ഖുർആനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഖൽബിനൊക്കെ പൂട്ടുവെച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഇതിൽ ആഴത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോ അപ്പോഴാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കണക്ഷൻ മനസ്സിലാവുള്ളൂ. ഇത് വളരെ പ്രത്യക്ഷമായി മനസ്സിലായാൽ ഖുർആൻ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ ദഅവത്ത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞ് നടക്കുന്നു? എന്തുകൊണ്ട് നിബിധങ്ങൾക്ക് അവരുടെ പിന്നാലെ നടക്കേണ്ടി വരുന്നു? കാരണം വിശുദ്ധ ഖുർആനിന്റെയും അള്ളാഹുവിന്റെയും ടീച്ചിങ്സ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകളിൽ നിന്ന് മനുഷ്യൻ വഴിതെറ്റി നടക്കാൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഈ ലോകത്തെ ആർഭാടങ്ങളിൽ മുഴുകിയതുകൊണ്ടാണ്. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ ഇലാഹിയായ നിയമങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. നമ്മൾ ഈ ലോകത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ ടെക്നോളജിയും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ മറ്റു വിഷയങ്ങളൊക്കെ അത് നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ വരുമ്പോ നമ്മുടെ മനസ്സ് മുഴുവനും ഐഹികമായി ഈ ലോകത്തെ ചിന്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അകലുക തന്നെ ചെയ്യും. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, മൻ അഹബ്ബ ദുനിയ വസുറ ബിഹാ, ഏതെങ്കിലും ഒരാൾ ഈ ലോകം ഇഷ്ടപ്പെടുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്താൽ, ഇവിടെ ഒരു നല്ല വീട്, നല്ല വാഹനം, നല്ല ജീവിത സൗകര്യം, നല്ല കച്ചവടം, നല്ല ജോലി, അതിനൊന്നും വിരോധമല്ല. അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിന് നന്ദി പറയണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അതിൽ അഹങ്കരിക്കരുത്, അതിൽ മേന്മ നടിക്കരുത്. ഇത്രയേ ഉള്ളൂ. ഒരാൾക്ക് ഹലാലായ ആസ്വാദനങ്ങളാവാം, അതിനൊന്നും ശറഅ എതിരല്ല. പക്ഷേ ഒരാളുടെ ആകെയുള്ള സന്തോഷം അത് ആക്ഷേപിക്കപ്പെടുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഹബ്ബിബ ഇലയ്യ അത്വീബു വന്നിസാ വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ, എനിക്ക് എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് അത്വീബ്, സുഗന്ധം എനിക്കിഷ്ടമാണ്, വന്നിസ, എന്റെ ഭാര്യമാരെ എനിക്കവരോട് ഇഷ്ടമാണ്, എനിക്കവരോട് സ്നേഹമാണ്. പക്ഷേ വജുഇലത് ഖുറത്തു ഐനി, എന്റെ കണ്ണിന്റെ ആനന്ദം എന്ന് പറയുന്നത് അസ്വല, എനിക്ക് നിസ്കാരമാണ്.
കുടുംബത്തെ ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമാണ്, ജോലി ഇഷ്ടമാണ്, കച്ചവടം ഇഷ്ടമാണ്, അതൊന്നും കുഴപ്പമില്ല. മനസ്സിന്റെ ആനന്ദം അള്ളാഹുമായി ബന്ധപ്പെടുമ്പോഴാണ്. എന്റെ കണ്ണിന്റെ ആനന്ദം നിസ്കാരത്തിലാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി നിൽക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, മൻ ഹബ്ബ ദുനിയ വസുറ ബിഹാ, ഏതെങ്കിലും ഒരാൾക്ക് ഈ ലോകത്തെ സംവിധാനം, ഇവിടുത്തെ സൗകര്യങ്ങളും അത് മാത്രമാണ് ഇഷ്ടം, അതിൽ ആനന്ദം കൊള്ളുന്ന ആളാണ്. ആകെ ലക്ഷ്യം ജീവിതത്തിൽ ഒരു വീട് വെക്കലാണ്. വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കുക, അതിനെ നോക്കി പരിപാലിച്ച് നടക്കുക, വേറെ ഒരു പണിക്ക് ഇയാളെ കിട്ടൂല. ടോയ്ലറ്റിന് ചെലവാക്കിയത് 2.5 ലക്ഷം 3 ലക്ഷം. പള്ളിയുടെ പണി നടക്കുന്നുണ്ട്, പൊന്നാര ചങ്ങാതി, ഒരു 10,000 റുപ്യ എന്റെ വക. 10,000 കൊണ്ട് കൂടുതൽ 1000 റുപ്യ എഴുതിക്കൊള്ളി. സുബ്ഹാനല്ലാഹ്. സ്വന്തം വീടിന്റെ ടോയ്ലറ്റിന് 2, 3, 4 ലക്ഷം ചെലവാക്കിയ ആളാണ്. ഇത് അപകടമാണ്. വസുറബിഹ, ഒരു മനുഷ്യന്റെ ആനന്ദം ഈ ലോകത്തെ സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ്. അള്ളാഹുവിന്റെ വിഷയം അവന് വിലയില്ലാത്തതാണ്. അങ്ങനെ വന്നാൽ ദഹബ ഖൗഫുൽ ആഖിറത്തി മിൻ ഖൽബിഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ആഖിറത്തെ സംബന്ധിച്ചുള്ള പേടി നഷ്ടപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം നമ്മുടെ ആലിമീങ്ങൾ, സലഫു സ്വാലിഹീങ്ങളായ മുൻഗാമികൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഇന്നൽ അബ്ദ ലയുഹാസബു അല തഹസ്സുൻ അലാ മാ ഫാതഹു മിന ദുനിയ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അള്ളാഹുവാണ് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റുബൂബിയത്ത് അങ്ങനെയാണ്. നമുക്ക് നല്ലതും നമുക്ക് നല്ലതല്ലാത്തതെന്ന് നമുക്ക് തോന്നുന്നതും എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അള്ളാഹുവാണ് അൽ ഖാദിറുൽ മുഖ്തദിർ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു, അത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു. നമുക്ക് വല്ലതും സംഭവിച്ചില്ല, അത് നമ്മെ അള്ളാഹു ഉദ്ദേശിച്ചിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. നമ്മൾ പറയില്ലേ, ഞാൻ ആ ബസ്സിൽ പോവേണ്ട ആളായിരുന്നു, പക്ഷെ ഞാനന്ന് പോയില്ല. നിന്നെ അതിൽ അപകടത്തിൽപ്പെടുത്താൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല, അതുകൊണ്ടാണ് നീ മാറിയത്. നിനക്കങ്ങനെ സംഭവിച്ചു, അത് നിനക്ക് അള്ളാഹു ഖളാഅ് ചെയ്തതാണ്. ബിയദിഹിൽ ഖൈർ, അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ചില വിവാഹ ബന്ധങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ചിലത് ഭയങ്കര ഫെയില്യൂർ ആയിരിക്കും. എത്രയോ ചെറുപ്പക്കാർ വളരെ ദീനും അച്ചടക്കവും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും സൂക്ഷ്മതയും ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ മോശപ്പെട്ട പെണ്ണുങ്ങളെ കിട്ടാറുണ്ട്. വളരെ നല്ല പെൺകുട്ടികൾ, ശുദ്ധ ഖുർആൻ വരെ ഹിഫ്ളാക്കിയ മക്കൾ, അള്ളാഹുവിനെ പറ്റി ബോധമുള്ളവർ, നല്ല ഹിജാബിലും അച്ചടക്കത്തിലും ജീവിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് കള്ളുകുടിയന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാറുണ്ട്. ആ വിവാഹ ബന്ധങ്ങൾ വേർപെടാറുണ്ട്. വിഷമിച്ചു പോവരുത്, എന്തേ പഠിച്ചോൻ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. ബിയദിഹിൽ ഖൈർ, ആ സംഭവിച്ചതിൽ നിങ്ങൾക്കൊരു ഖൈർ അള്ളാഹു പിന്നീട് വെച്ചിരിക്കും. ബിയദിഹിൽ ഖൈർ, അള്ളാഹു ചെയ്യുന്നതിൽ ഖൈറാണ്. അപ്പോ ഇതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്ത് സംഭവിച്ചാലും ഇത് റബ്ബ് തആല ഖളാ വഖദ്ദറ വമാ ശാഅ, അല്ലാഹു ഉദ്ദേശിച്ചു, അല്ലാഹു എനിക്കത് കണക്കാക്കി, അത് സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇനി പറയുന്ന സംഭവം കേൾക്കുക. അതുകൊണ്ട് ഉലമാ പഠിപ്പിക്കുകയാണ്, ഇന്നൽ അബ്ദ, ഒരു മനുഷ്യന് അല്ലാഹു തആല ലയുഹാസബു, ഒരു മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും. എന്തിന്? അല തഹസ്സുൻ അലാ മാ ഫാതഹു മിനദ് ദുനിയ, ദുനിയാവിന്റെ വിഷയത്തിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ഒരാൾ സങ്കടപ്പെട്ടു കഴിഞ്ഞാൽ ആ സങ്കടത്തെ സംബന്ധിച്ച് അള്ളാഹു നാളെ ചോദ്യം ചെയ്യും എന്നാണ് ഉലമാ പഠിപ്പിക്കുന്നത്. ഉദാഹരണം പറയാം, ഒരു ഇന്റർവ്യൂക്ക് പോയി, അവൻ വിചാരിച്ചു അത് കിട്ടുമെന്ന്. അപ്പൊ ശമ്പളം എത്രയാന്നൊക്കെ പിന്നീട് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. യാ റബ്ബേ, എനിക്ക് ഇപ്പൊ കിട്ടുന്നത് ഇത്രയാണ്, ഇനി കിട്ടുന്നത് ഇത്രയേ, യാ അല്ലാഹ് എന്തൊക്കെയാ ഞാൻ ഇതുകൊണ്ട് കാട്ടിക്കൂട്ടുക. അങ്ങനെയൊക്കെ വളരെ മനക്കോട്ട വെച്ചു, ആരുടെയൊക്കെ വാസ്തൊക്കെ സ്വീകരിച്ചു. സംഭവം ഒരു മാസം കഴിഞ്ഞപ്പോ അൺഫോർച്ചുനേറ്റ്ലി വി ആർ അൺഎബിൾ ടു പ്രോസസ് യുവർ വിസ. സുബ്ഹാനല്ലാഹ്, അവൻ സങ്കടപ്പെട്ട് കമിഴ്ന്ന് കിടക്കാണ്. പിന്നെന്ന് ചോറുമില്ല, വെള്ളമില്ല, ഉറക്കില്ല. യാ റബ്ബേ, എന്തെല്ലാം മനക്കോട്ട കെട്ടിക്കഴിഞ്ഞു ഞാൻ, എനിക്കിത് നഷ്ടമായല്ലോ. എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചു, നഷ്ടപ്പെട്ടു പോയി. ഡ്രൈവിംഗ് ടെസ്റ്റ് എത്രയോ ദ്വാരക്കം ഇവിടെ വരാറില്ലേ, ഇതിലെങ്കിലും പാസ്സാവുന്ന ഉറപ്പിച്ചു. ഉമ്മാനോട് ദ്വാരക്കാൻ പറഞ്ഞു, ഓനെന്തോ ആയിരുന്നു യാസീൻ ഓതി എല്ലാം ഓതിയിട്ട കയറി ചെന്നത്. അപ്പൊ എന്തോ ഒരു വിറ കുറച്ചു, പോലീസിനെ സൈഡാക്കുന്നു പറഞ്ഞു അടുത്ത ആളെ കയറ്റി ഓനെ ഫെയിലാക്കി. സങ്കടപ്പെടരുതെന്ന്. അലാ മാ ഫാതഹു മിനദ് ദുനിയ, റഹ്മാനായ റബ്ബേ, ഇനിയിപ്പോ എത്ര ക്ലാസ് പഠിക്കണം, എത്ര മണിക്കൂർ ഞാൻ വണ്ടി ഓടിക്കണം, ഒക്കെ വലിയ ടെൻഷനാണ്. അത് അതിന് ഇറങ്ങുന്ന ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ.
സങ്കടപ്പെടാൻ പാടില്ല എന്നാണ്. ദുന്യാവ് നഷ്ടപ്പെട്ടത്, കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന പൈസ, ഒരു ജോലി, ഒരു കച്ചവടം, ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ടുള്ള ഡീലിംഗ്, അവരുമായിട്ടുള്ള ഒരു പ്രൊജക്ട് ലഭിക്കുമെന്ന് വിചാരിച്ചു. ആ പ്രൊജക്ട് മറ്റൊരു കമ്പനിക്ക് പോയി. നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് അള്ളാഹു കണക്കാക്കിയിട്ടില്ല, അതുകൊണ്ട് കിട്ടിയില്ല, തീർന്നു. ഇത്രയാണ് മുസ്ലിമിന്റെ വിഷയം. അതുകൊണ്ട് ദുന്യാവിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ പേരിൽ സങ്കടപ്പെട്ടാൽ, ആ സങ്കടത്തെക്കുറിച്ച് നാളെ അള്ളാഹു ചോദ്യം ചെയ്യും. നീ എന്തിനത് ചെയ്തു? അത് തെറ്റായിരുന്നുവല്ലോ, നിനക്കത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു സങ്കടം വന്നു പോകുന്നതിനല്ല സയ്യിദ് പറയുന്നത്. മനസ്സിൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ചില തേങ്ങലും സങ്കടവും വിഷമൊക്കെ മനസ്സറിഞ്ഞ് മനഃപൂർവ്വം ഒരു മനുഷ്യൻ അതിൽ മനസ്സ് കൊടുത്ത് വ്യാകുലപ്പെട്ട് സങ്കടപ്പെട്ട് അതിനെ സംബന്ധിച്ച് പഴിചാരി വളരെ വേദനിച്ച് നടക്കുന്നത്, ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. അലാ മാ ഫാതഹു മിനദ് ദുനിയ ويحاسب بفرحه في الدنيا إذا قدر عليها ويحاسب بفرحه في الدنيا إذا قدر عليها. ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയാൽ അതിൽ മതിമറന്ന് ആഘോഷിച്ചാൽ ആ ആഘോഷത്തെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമത്രേ. മതിമറന്ന് ആഘോഷിക്കുക. ഒരു കുട്ടി ജനിച്ചു, അൽഹംദുലില്ലാഹ്. ഒരു ജോലി കിട്ടി, അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു മിഠായി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുത്തു, ഒന്നും കുഴപ്പമില്ല. മതിമറന്ന ആഘോഷം, ഒരു കൊല്ലത്തെ സെലിബ്രേഷനാണ്. എന്തേ? അവന്റെ വീട് വെച്ചതാ. ഇങ്ങനെയൊന്നും വേണ്ട, അതൊക്കെ ഓവറാണ്. ദുന്യാവിന്റെ വിഷയത്തിൽ ഒരാൾക്ക് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മതിമറന്ന് സന്തോഷിക്കുന്നതും, ദുന്യാവിന്റെ വിഷയത്തിൽ വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ അതിൽ അതിയായി സങ്കടപ്പെടുന്നതും രണ്ടും കുറ്റകരമാണ് എന്ന് ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ടേക്ക് ഇറ്റ് ഈസി. ഒന്നും അൽഹംദുലില്ലാഹ് പോയി. ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ. തന്നത് അല്ലാഹുവിനാണ്, പിടിച്ചു വെച്ചതും അല്ലാഹുവിനുള്ളതാണ്. അത്രേ ഉള്ളൂ. പ്രവാസികളായ ആൾക്ക് നമ്മളൊക്കെ വളരെ വിഷം, പടച്ചോനിക്ക് ടെർമിനേഷൻ കിട്ടിയില്ല റബ്ബേ, ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടുമോ? എല്ലാ കമ്പനിയും നാളെ പിരിച്ചുവിടുകയാണ് റബ്ബേ, ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയിട്ട് ജോലി കിട്ടുക? അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് അത് എത്തിയിരിക്കും. അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ നമുക്ക് കിട്ടേണ്ട എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം, ഇപ്പൊ വേണ്ട എന്നാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ എന്ത് തന്നെ ചെയ്തിട്ടും കാര്യമില്ല, കിട്ടൂല. നേരെ മറിച്ച് ഇങ്ങനൊക്കെ ചില ജോലികളിലൊക്കെ കയറിയവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. തന്നെക്കാളൊക്കെ എത്രയോ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ അതിന്റെ ഇന്റർവ്യൂ ഫെയിലായി പോയതും, ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരാൾ അതിലേക്ക് കയറി പറ്റിയതും എത്ര അനുഭവങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖളാ, റിസ്ക് അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹു തആല ഭക്ഷണം നൽകുന്നതെങ്കിൽ അള്ളാഹു റാസിഖാണ് എന്ന വിഷയം മനുഷ്യർക്ക് മനസ്സിലാവുമായിരുന്നില്ല എന്നാണ്. അള്ളാഹുവാണ് തരുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ബുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബുദ്ധിയുടെ അളവ് നോക്കാതെ റബ്ബ് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് അള്ളാഹുവാണ് ഈ തരുന്നത് എന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടാണ് ഭക്ഷണം കിട്ടുന്നത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയാൽ. വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുകളുണ്ട്, നല്ല സ്കിൽസ്, നല്ല എക്സ്പീരിയൻസ്, നല്ല ടാലന്റ്, ഇതൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ എങ്കിൽ, അവരുടെ കയ്യിൽ മാത്രമാണ് ദുന്യാവ് വരികയുള്ളൂ എന്നാകുമെങ്കിൽ ഭക്ഷണം തരുന്നത് അള്ളാഹുവാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായി പോയേനെ. അങ്ങനെയല്ല സംഭവം. അള്ളാഹു അതില്ലാത്തവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം റാസിഖ് മറ്റാരോ ആണ്. നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ അതിന്റെ വാതിലുകൾ പോയി മുട്ടണം. തുറന്നു തരുന്നത് അള്ളാഹുവാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ഒരു മനുഷ്യന് പൈസ വേണമെന്ന് ആലോചിക്കുക, അങ്ങനത്തെ ആളുകൾക്ക് ഈ ലോകത്ത് നാം പൈസ കൊടുക്കും. ലിമൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക്. എല്ലാവർക്കും കൊടുക്കൂല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല കൊടുക്കും. പിന്നെ പൈസ തരുന്നതും കൊടുക്കുന്നതും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെയോ അനിഷ്ടത്തിന്റെയോ അടയാളമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ അഹബ്ബ ദുനിയ വസുറ ബിഹാ. ഈ ലോകത്തെ ജീവിതവും ഇവിടുത്തെ സംവിധാനങ്ങളും ഇതിൽ മതിമറന്ന് ആഘോഷിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്തെ സംബന്ധിച്ചുള്ള പേടി മനസ്സെന്ന് അള്ളാഹു എടുത്തു കളയും. അതുകൊണ്ടാണ് ദാരിദ്ര്യമുള്ള ആളുകൾക്കൊന്നും മരിക്കാൻ പേടില്ല. മുതലാളിമാർക്കൊക്കെ വളരെ പെട്ടെന്ന് വലിയ പേടി തോന്നുന്നതാണ്. എങ്ങനത്തെ മുതലാളിമാർ? പൈസയുമായി മനസ്സ് പിടിച്ചിരിക്കുന്ന ആളുകൾ. വളരെ പടച്ചോനെ, ഈ ബിസിനസ്സൊക്കെ എൻ്റെ കാലശേഷം എന്തായി പോകും? ആരായിരിക്കും ഇതൊക്കെ കൊണ്ടുപോവുക? ഒന്നുമില്ലാത്തവൻ എന്താ നഷ്ടപ്പെടാൻ? ഞാൻ മരിച്ചുപോയി, ഒന്നുമില്ലല്ലോ ഇവിടെ, ആകെ ഒരു 10 സെന്റ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനെയല്ല, കോടികളുടെ ആസ്തിയുള്ള ആളുകൾക്ക് ഭയങ്കര വലിയ വലിയ ബേജാറ് വരും മനസ്സിന്റെ ഉള്ളിൽ, എന്തായി പോകുന്നു. മനസ്സ് കൊടുക്കരുതെന്ന്. അല്ലാഹുമ്മ അഅ്തിനി ദുനിയ ഫി ഐദീന. അല്ലാഹുവേ, ദുനിയാവും പൈസയൊക്കെ കയ്യിൽ തന്നേക്കണം റബ്ബേ. വലാ തുഅ്തിഹാ ഫീ ഖുലൂബിന. ഞങ്ങളുടെ ഖൽബിലേക്ക്, മനസ്സിലേക്ക് തരല്ലേ പടച്ചവനെ. ഹൃദയത്തിന്റെ ഉള്ളിൽ പൈസയോട് സ്നേഹം പാടില്ല. സ്നേഹം അല്ലാഹുവിനോട്, അവന്റെ റസൂലിനോട്, അവന്റെ ദീനിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅലബത്ത് ഇബ്നുൽ ഹാത്തിബ് എന്ന് പറയുന്ന ഒരാൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തെ മുസ്ലിമായ ഒരാൾ നബിയോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, നബിയേ അല്ലാഹുവിനോട് എനിക്ക് പൈസ തരാൻ ദുആ ചെയ്യണം നബിയേ, പൈസ വേണം നബിയേ, അല്ലാഹുവിനോട് ദുആ ഇരിക്കണം. നമുക്കൊരു വാദനൊക്കെ പോയാൽ അധികം വരുന്ന ദുആ എന്തായിരിക്കും? ദുനിയാവിന്റെ വിഷയങ്ങൾ അധികം വരിക. അത് കുറ്റം പറയല്ല, ഓരോരുത്തർക്ക് അവനവന്റെ വിഷയം വലുതായിരിക്കും. അല്ലേ, വിസ കിട്ടണം, ജോലി കിട്ടണം, കടം വിടണം, വീട് വെക്കണം, കുട്ടികളെ കെട്ടിക്കണം, അസുഖം മാറണം, ഇതൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ്. എന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ, നല്ല ക്ഷമ കിട്ടാൻ, നല്ല ഉറച്ച ഈമാൻ ഉണ്ടാവാൻ, അങ്ങനെയൊക്കെ ദ്വാരപ്പിക്കുന്ന ആളുകളും ഉണ്ട്, കുറവാണെന്ന് മാത്രം. അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് അല്ലാഹുവിനോട് പൈസ തരാൻ ദുആ ഇരക്കു നബിയേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. സഅലബ ഇബ്നു ഹാത്തിബ് എന്ന് പറയുന്ന ആൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ സഅലബതു, അല്ലയോ സഅലബ, ഖലീലുൻ തുഅദ്ദി ശുക്റ ഖൈറും മിൻ കസീരിൻ ലാ തുതീഖു. സഅലബത്തെ, കുറച്ച് അല്ലാഹു നൽകുകയും ആ കുറച്ച് കിട്ടുന്നതിന് അല്ലാഹുവിന് നന്ദി ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരുപാട് അല്ലാഹു നൽകിയതിന് നന്ദി ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് കുറച്ച് ലഭിക്കുകയും അതിന് നന്ദി ചെയ്യലുമാണ്. കുറെ വേണമെന്നായി ചോദിക്കണത്, അത് വേണോ സഅലബ? ഒരുപാട് കിട്ടിയിട്ട് അതിനൊക്കെ നന്ദി ചെയ്യാൻ കഴിയോ? അതുകൊണ്ട് കുറച്ച് മതി, കുറച്ച് തന്നിട്ട് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം എന്ന് സഅലബയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പിന്നെയും പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഉദ്ഉല്ലാഹ അൻ യർസുഖനി മാലാ, അല്ലാഹുവിന്റെ റസൂലേ, പടച്ചവനോടങ്ങ് ദുആ ചെയ്യണം, എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ സഅലബ, സഅലബ, അമാലക ഫീ ഉസ്വ, എന്നിൽ നിങ്ങൾക്ക് മാതൃകയില്ലയോ സഅലബ? എന്നെ നിങ്ങൾ കാണുന്നില്ലേ? അമാ തർളാ അൻ തകൂന മിസ്ല നബിയില്ലാഹി തആല, അല്ലാഹുവിന്റെ റസൂലിനെ പോലെ, നബിയെ പോലെ ആവാൻ നീ ഇഷ്ടപ്പെടുന്നില്ലേ? അമാ വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൗ ശിഅതു, ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ തസീറ മഅയൽ ജിബാലു ദഹബൻ വഫിദ്ദതൻ, ഈ കാണുന്ന പർവ്വതങ്ങൾ എന്റെ കൂടെ സ്വർണവും വെള്ളിയുമായി നടന്നു വരാൻ ഞാൻ പറഞ്ഞാൽ, ലസാറത്, ഈ പർവ്വതങ്ങളൊക്കെ സ്വർണവും വെള്ളിയുമായി എന്റെ പിന്നാലെ വരും സഅലബ. എന്നിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചില്ലേ? നിങ്ങൾക്കും അത് തന്നെയല്ലേ ഖൈറ്? അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, ആരാണോ അങ്ങയെ നബിയായി പറഞ്ഞയച്ചത് ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലഇൻ ദഅഉത അല്ലാഹ അൻ യർസുഖനി മാലാ, എനിക്ക് പൈസ തരാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ലഉഅതിയന്ന കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖ, ആർക്കൊക്കെ ഞാൻ കടപ്പാടുണ്ടോ അവരോടൊക്കെ എന്റെ കടപ്പാട് ഞാൻ വീട്ടുകയും, ഒരുപാട് നന്മ ഞാൻ ചെയ്യും നബിയേ, ഒരുപാട് നന്മ ചെയ്യും. പള്ളിണ്ടാക്കി കൊടുക്കും, മദ്രസ ഉണ്ടാക്കി കൊടുക്കും, കുട്ടികളെ കെട്ടിച്ചു കൊടുക്കും, വീടില്ലാത്തവർക്ക് വീട് വെച്ച്, ഒരുപാട്. നബിയെ പൈസ ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കും. വീണ്ടും പറഞ്ഞു നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി ഞങ്ങൾ ദ്വാരക്കാൻ പോവാൻ. അല്ലാഹുമ്മ ർസുഖ സഅലബത മാലാ, അല്ലാഹുവേ സഅലബക്ക് നീ പൈസ കൊടുക്കണമേ. ആര് ദുആ ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുകൾ കിട്ടുകയായി, ആടുകളെ വളർത്താൻ തുടങ്ങി. ഫനമത് കമാ യൻമുദ്ദൂദ്, പുഴുക്കൾ വളരുന്ന പോലെ അദ്ദേഹത്തിന്റെ ആടുകൾ വളരാൻ തുടങ്ങി. ആടുകൾ പെറ്റ് വിരുകാൻ തുടങ്ങി. പണ്ടൊരു ആടുമാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലേ, തേക്കുമാഞ്ചി എന്തായിരുന്നു? വളരെ പെട്ടെന്ന് വളരാൻ തുടങ്ങി. ആടുകൾ അങ്ങനെ കൂടി 1, 2, 3, 4, 10, 20 ഒരുപാടായി.
ഫളാഖത അലൈഹിൽ മദീന. അങ്ങനെ വന്നപ്പോൾ മദീനയിൽ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ പരിസരത്ത് ജീവിച്ചിരുന്ന സഅലബത്ത് ഇബ്നു ഹാതിബ് അവിടെ പിന്നെ ഈ ആടുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ലാതെ വന്നു. അതുകൊണ്ട് മദീനക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമായി. പുതിയൊരു സ്റ്റേബിൾ അവിടെ അവർക്ക് നിൽക്കാനുള്ള ഒരു ഷെഡൊക്കെ ഉണ്ടാക്കാൻ നഗരത്തിന് പുറത്തേക്ക് മാറാൻ, മദീനയുടെ പുറത്തേക്ക് മാറാൻ നബി തങ്ങളുടെ മദീനയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നു. എന്റെ ആട് ബിസിനസ് കൂടി പോയി, അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് മാറാൻ. നമ്മളൊക്കെ പറയില്ലേ ചിലപ്പോക്കെ മനസ്സിന്റെ ഉള്ളിലെങ്കിലും പഠിച്ചോനെ യൂസുഫ് അലി സാഹിബിന്റെ മാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തേനെ അതൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ അള്ളാഹു തആല അങ്ങ് തന്നാലേ അവരും ചെയ്യുന്ന പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമുക്ക് അള്ളാഹു തന്നത് ആ ഒരു കണക്ക് എന്താ വെച്ചാൽ നമുക്കതാണ് ഹൈറ്. അങ്ങനെയാണ് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, പഠിച്ചോനെ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഒരു 5 സെന്റ് ഓരോ സെന്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പകരം 10 സെന്റ് അങ്ങ് കൊടുത്തേനെ, എൻ്റെ കയ്യിലില്ലല്ലോ. അള്ളാഹുവിന് തന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാ മനുഷ്യനെ കൊണ്ട് പിശാച് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന. ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്ക്. വാക്ക് പാലിക്കുന്നവരുണ്ട്, പാലിക്കാത്തവരുണ്ട്. ചില ആളുകൾക്ക് അത് പാലിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് അല്ലാഹു തആല ഈ ലോകത്ത് പൈസ കൊടുക്കൂല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നറിയോ? പൈസ കൊടുത്താലും ദീനിന്ന് പുറത്തു പോയേക്കും. ചില ആളുകളുടെ കയ്യിൽ അല്ലാഹു കൊടുക്കും, കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തു പോയേക്കും. അതുകൊണ്ട് എന്റെ കയ്യിൽ അല്ലാഹു കൊടുക്കും. ഇങ്ങനെ 2 രീതിയിൽ അല്ലാഹു ആളുകളോട് പെരുമാറുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ ഇല്ലെങ്കിൽ വല്ല ഹറാമിന്റെ ബിസിനസ്സും അത് ഇതൊക്കെ ആയിട്ട് എങ്ങനെയാണോ പൈസ ഉണ്ടാക്കും, എന്നാൽ പിന്നെ അള്ളാഹ് കൊടുത്താൽ പോരെ. അവൻ ദീനിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹ് കൊടുക്കുന്നു. ചില ആളുകൾക്ക് കൊടുത്താൽ അത് അവർക്ക് ഷർറായിരിക്കും, അതുകൊണ്ട് അള്ളാഹ് കൊടുക്കൂല. പിന്നെ പള്ളിക്ക് തന്നെ കാണൂല. അതുകൊണ്ട് അള്ളാഹ് ഒന്ന് ടൈറ്റാക്കി പിടിക്കും. കടം വീടിയിട്ടില്ല, പ്രയാസങ്ങൾ മാറിയിട്ടില്ല. അപ്പൊ എപ്പോഴും അള്ളാഹുവിനോട് ദുആ വരും, ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴൊക്കെ. ഇപ്പൊ കടം വിടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വിഷമത്തിൽ കടം വിടാനുള്ള ദുആ ഹദീസും ആ ദുആക്ക് എത്ര തവണ ചൊല്ലുന്നത്, എത്രയായിരിക്കും അതിന്റെ കൂലി? കടം വീട് കിട്ടിയവൻ ചൊല്ലുവോ? ഇല്ലല്ലോ. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഇബാദത്തിന്റെ കൂലി വരും. ദുആ ചെയ്തു അള്ളാഹു തന്നില്ല എന്ന് വിചാരിക്കുക. ദുആ എന്നത് തന്നെ ഒരു നന്മയാണ്. ആ നന്മ അങ്ങനെ വർദ്ധിക്കല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസിലേക്ക് വരണം. മൻ ഹബ്ബദ് ദുനിയ വസുറ ബിഹാ. ഇവിടെ ഒരുപാട് സമ്പാദിക്കണം, ഉണ്ടാക്കണം എന്ന മനസ്സ് വന്നു കഴിഞ്ഞാൽ ദഹബ ഖൗഫുൽ ആഖിറതി മിൻ ഖൽബിഹി. ഹൃദയത്തിൽ നിന്ന് പരലോകത്തെ സംബന്ധിച്ചുള്ള പേടി അള്ളാഹു എടുത്തു കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഅലബ മദീനത്തിൽ നിന്ന് പുറത്തു പോവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ എല്ലാ ജമാഅത്ത് നിസ്കാരത്തിനും മദീനയിലെ 1000 നിസ്കാരങ്ങൾക്ക് പുണ്യമുള്ള മസ്ജിദുൻ നബവിയിൽ വരാൻ സാധിക്കാതെ വന്നു. ആടുകളുമായുള്ള ഇടപഴകലായ ആടുകൾ പിന്നെയും വളരുകയായി, ഭയങ്കര വളർച്ച. അങ്ങനെ വന്നപ്പോ മദീനയിലേക്ക് പോകുന്നത് വെള്ളിയാഴ്ച ജുമുഅക്ക് മാത്രം. അങ്ങനെ 1-2 വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ മദീനയിൽ ജുമുഅക്ക് പോലും പോവാൻ പറ്റാത്തത്ര ബിസിയായി കഴിഞ്ഞു. അങ്ങനെ ജുമുഅ കഴിഞ്ഞ് വരുന്ന സ്വഹാബികളോട് ചോദിക്കും, എന്താണ് നബി തങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ. എന്താണ് മദീനയിലെ വിശേഷം? പോകാൻ സമയമില്ലാതായിപ്പോയി. വലിയ തിരക്കും ബിസിനസ്സൊക്കെ ഉണ്ടായിട്ട് സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും കാണാതെ എത്ര ആൾക്കാരുണ്ട്. തിരക്കാണ്. ഒരു വാദിനോ, ഒരു ദർസിനോ, ഒരു ഖുർആൻ ക്ലാസ്സിനോ, ഒരു ഹദീസ് ക്ലാസ്സിനോ, അല്ലെങ്കിൽ ഒരു സ്വലാത്ത് മജ്ലിസിലോ, ഒരു ദിക്റിന്റെ മജ്ലിസിലോ ഒന്നും പോയിരിക്കാൻ നേരല്ല. ആള് ബിസിയാണ്. അത് വലിയൊരു ഷർറാണ്, ദുനിയാവ് കൊണ്ടുള്ള പരീക്ഷണമാണ്. സഅലബ എന്ത് ചെയ്തു എന്ന് നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മാ ഫഅല സഅലബത്തു ഇബ്നു ഹാതിബ്. സഅലബത്തു ഇബ്നു ഹാതിബിന് എന്ത് പറ്റി എന്ന് നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കുറെ കാലമായിട്ട് കാണുന്നില്ലല്ലോ ആളെ, സ്ഥിരം വരുന്ന ആളെ കാണുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇത്തഖദ ഗനമാ. ആടുകളുടെ ബിസിനസ്സാണിപ്പോ, ആടുകളുടെ ബിസിനസ്സാണ്. ഫളാഖത അലൈഹിൽ മദീന. അങ്ങനെ മദീനയിൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ മദീനക്ക് പുറത്ത് വിശാലമായ താഴ്വരയിൽ 2 മലകൾക്കിടയിൽ ആടുകളെ വളർത്തുകയാണ്. ബിസിനസ് പിടിപിടിക്കുകയാണ് നബിയെ. അതുകൊണ്ട് സഅലബക്ക് വരാൻ പറ്റുന്നില്ല. യാ വൈഹ സഅലബ, യാ വൈഹ സഅലബ, യാ വൈഹ സഅലബ. സഅലബയുടെ നാശമേ, സഅലബയുടെ നാശമേ, സഅലബക്ക് നാശം സംഭവിച്ചല്ലോ എന്ന് നബി തങ്ങൾ പറയാൻ തുടങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുന്നു. സൂറത്തു തൗബയിലെ 103-ാമത്തെ ആയത്തിറങ്ങുന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ചാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം
അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. നബിയെ, വിശ്വാസികളിൽ മുതലാളിമാരുണ്ടല്ലോ, മുസ്ലിമീങ്ങളിൽ മുതലാളിമാർ, അവരിൽ നിന്ന് സക്കാത്ത് എടുക്കണം, സക്കാത്ത് പിരിച്ചെടുക്കണം. നബിയെ, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. സ്വദഖ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നത് അധിക ഭാഗത്തും സക്കാത്ത് എന്ന അർത്ഥത്തിലാണ് കേട്ടോ, അത് മനസ്സിലാക്കണേ. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ. നബിയെ, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കണം. തുതഹിറുഹും, അവരെ ശുദ്ധിയാക്കാനാണത്. ബിസിനസ് ശുദ്ധിയാവണമെങ്കിൽ എന്ത് വേണം? സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കാതിരുന്ന എന്തെയില്ല, ബിസിനസ്സിൽ വർധനവുണ്ടാവില്ല, പൈസ കൂടും, ബർക്കത്തുണ്ടാവോ? ഇല്ല. തുതഹിറുഹും, അവരെ ശുദ്ധിയാക്കാനും. വതുസക്കീഹിം ബിഹാ, സക്കാത്ത് എടുത്തു കഴിഞ്ഞാൽ അവരിൽ സംസ്കരണം ഉണ്ടാകും, അവരിൽ ശുദ്ധി വരും. അതിന് നബിയെ, സക്കാത്ത് നിങ്ങൾ പിരിച്ചെടുക്കണം. വസ്വല്ലി അലൈഹിം, അവർ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന അവരുടെ ഇസ്ലാം കാര്യത്തിലെ സക്കാത്ത് കൊടുത്തതിന് പകരമായിട്ട് വസ്വല്ലി അലൈഹിം, അങ്ങ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കാത്ത് നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പോ എന്തെങ്കിലും പരിപാടി, ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്, ഒരു വിഷയം വിജയിപ്പിക്കണമെന്ന് വന്നു, നിങ്ങൾ സ്വതക്ക ചെയ്തു, തിരിച്ചെന്താ ഉണ്ടാവുക? ഉസ്താദന്മാര് ദുആ ചെയ്യും, സയ്യിദന്മാര് ദുആ ചെയ്യും, അത്രേ ചെയ്തു തരാൻ. വസ്വല്ലി അലൈഹിം, അവരെ തന്നതിന് പകരം അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം നബിയെ. ഇന്ന സ്വലാതക സകനുൻ ലഹും, നബിയെ, അങ്ങയുടെ ദുആ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിന് സമാധാനം വരും. അങ്ങ് ദുആ ചെയ്യുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും, അതുകൊണ്ട് അങ്ങ് അവർക്ക് ദുആ ചെയ്തു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചു. നിങ്ങൾ പോവണം, ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മുതലാളിയുണ്ട്, അദ്ദേഹത്തിന്റെ അരികത്ത് പോവണം. പിന്നെ സഅലബത്ത് ഇബ്നു ഹാത്തിബിന്റെ അടുത്തേക്കും പോകണം. നബി തങ്ങൾ കത്തെഴുതി കൊടുത്തു. സഅലബ, ബനു സുലൈമിലെ സ്വാഹിബ് ബനി സുലൈം, അയാൾക്കും കത്തെഴുതി. അള്ളാഹുവിന്റെ നിയമമുണ്ട്, സക്കാത്ത് പിരിച്ചെടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. അതുകൊണ്ട് എന്റെ ദൂതനിതാ വരുന്നു, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇത്രയെങ്കിൽ ഇത്ര നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് വാങ്ങിക്കാനുള്ള ഒരു കത്തുമായി, ഒരു കടലാസുമായി നബി തങ്ങളുടെ ദൂതൻ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ രണ്ട് ആളെ കാണാനാ പോകുന്നു, രണ്ട് മുതലാളിമാർ. ഒന്ന് സഅലബത്ത് ഇബ്നു ഹാത്തിബ്, മറ്റേത് ബനു സുലൈം ഗോത്രത്തിലെ ഒരു മുതലാളി. അവരുടെ പേര് ഹദീസിൽ വന്നില്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുകയാണ്, مرا بثعلبة بن حاتب وبفلان وخذا صدقاتهما. ബനു സുലൈം ഗോത്രത്തിലെ ആ മുതലാളിയുടെ അടുത്തേക്കും സഅലബയുടെ പക്കലേക്കും ചെന്ന് അവരോട് സക്കാത്ത് ചോദിക്കണം, സക്കാത്ത് തരാൻ വേണ്ടി പറയണം. സഅലബയുടെ അടുത്തേക്ക് വന്നു. രണ്ടാളുകളാണ് നബി തങ്ങൾ പറഞ്ഞയച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാളുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. സഅലബയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കത്ത് കാണിച്ചു കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, മാ ഹാദിഹി ഇല്ലാ ജിസിയ, ഇത് ടാക്സ് ആണല്ലോ. സക്കാത്ത് എന്ന് പറഞ്ഞപ്പോ ഇത് ടാക്സ് ആണല്ലോ. മാ ഹാദിഹി ഇല്ലാ ജിസിയ, ഇത് ടാക്സ് അല്ല, ഇത് തരാൻ പറ്റില്ലല്ലോ. ജിസിയ, അമുസ്ലിമീങ്ങളായ ആളുകൾ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുമ്പോ ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം അനുഭവിക്കുന്ന സർവ്വ സെക്യൂരിറ്റിയും അവർക്ക് വകവെച്ചു കൊടുക്കാനായി അവർ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ തന്നെയും അവർക്ക് സംരക്ഷണം കൊടുക്കും ഗവൺമെന്റ്. അതിന് പകരം അവർ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. ആദ്യകാലങ്ങളിൽ ടാക്സ് ജിസിയ ഉണ്ട്. സക്കാത്ത് വേണമെന്ന് പറഞ്ഞപ്പോ ഈ മുതലാളി പറഞ്ഞു, ഇത് ടാക്സ് ആണല്ലോ. പിന്നെ ഒന്നൊരു കോംപ്രമൈസ് ചെയ്തു, ഇത് ടാക്സിന്റെ സഹോദരിയാണ്, ടാക്സ് അല്ലെങ്കിൽ അതിന്റെ സഹോദരിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കത്ത് കാണിച്ചു കൊടുത്തു. പറഞ്ഞു, നിങ്ങളെ ബനു സുലൈമിലെ ഒരാളെ കൂടെ കാണാൻ പോകുന്നില്ലേ, അയാളെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും, എന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മുതലാളി ഒന്നും കൊടുത്തില്ല. അവർ കിട്ടുമെന്ന് വിചാരിച്ചു. നേരെ പോയി മറ്റാളുടെ അടുത്തേക്ക് ചെന്നു. ബനു സുലൈമിലെ ആളുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും നബി തങ്ങളുടെ ദൂതന്മാർ വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു. ബനു സുലൈം ഗോത്രത്തിൽപ്പെട്ട ഈ സ്വഹാബി, അദ്ദേഹം തന്റെ ഒട്ടകങ്ങളിൽ ഏറ്റവും നല്ല ഒട്ടകത്തെ രണ്ടൊട്ടകങ്ങളെ മാറ്റി നിർത്തി, രണ്ടൊട്ടകങ്ങളെ മാറ്റിവെച്ചു. ഏറ്റവും നല്ലത്. സക്കാത്തിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്നാ നബി തങ്ങൾ പറഞ്ഞു. സ്വഹാബികൾ സക്കാത്ത് പിരിക്കാൻ വേണ്ടി പോകുമ്പോ അവരിൽ ഏറ്റവും നല്ല, അവർക്ക് പാല് കറക്കുന്ന, അവർക്ക് ഉപകാരമുള്ള നല്ല മുന്തിയ ഒട്ടകങ്ങളെ, മുന്തിയ ആടുകളെ നിങ്ങൾ എടുക്കരുതേ എന്ന് പറയാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യണ്ട, അവർക്ക് പൊരുത്തുള്ളത് അവർ സക്കാത്തായിട്ട് കൊടുത്താൽ മതി.
ഇദ്ദേഹം ഏറ്റവും മുന്തിയത് മാറ്റിവെച്ചു. നേരെ മറ്റേ ആൾ തീരെ കൊടുത്തില്ല, ഇദ്ദേഹം കൊടുത്തു. അവര് പറഞ്ഞു ഇത്രയും നല്ലത് നിങ്ങൾക്ക് തരേണ്ട ഒരു നിർബന്ധമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളൂ, അള്ളാഹുവിനല്ലേ, അള്ളാഹുവിന്റെ റസൂലല്ലേ പോയി കൊടുത്തയച്ചത്, ആയിക്കോട്ടെ, ഇപ്പൊ ഞങ്ങളുടെ എഴുത്തുമായിട്ടല്ലേ വന്നിരിക്കുന്നത്, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും സഅലബിയുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ചോദിച്ചു, അരിയാനി കിതാബകുമാ, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തയച്ച ആ കത്ത് അവിടെ നിന്ന് കാണിച്ചു തരൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കത്ത് വായിച്ചിട്ട് സകാത്ത് പിരിക്കണമെന്ന് സൂറത്തു തൗബയിലെ ആയത്താണ് എഴുതി കൊടുത്തത്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൻ ലഹും. അദ്ദേഹം പറഞ്ഞു, ഹാദിഹി ഉഖ്തുൽ ജിസിയ, ഇത് ടാക്സ് ആണല്ലോ, ടാക്സിന് സമാനമായതാണല്ലോ. ഇൻതലിഖാ ഹത്താ അറാ റഈ, ഇപ്പൊ പോയിക്കോളൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ, പിന്നെ തരാം. രണ്ടുപേരും തിരിച്ചു പോരാൻ. ആരാണ് ആളെന്നറിയോ? അന്നൊരിക്കൽ വന്നിട്ട് നബി തങ്ങളോട് 3 തവണ നബിയെ, എനിക്ക് പൈസ തരാൻ അള്ളാഹിനോട് ദുആ ഇറക്കണം നബിയേ. അങ്ങനെയൊക്കെയാണ് സംഗതി. പിന്നെ പൈസ ഇട്ടുമെന്ന് ഓർമ്മ ഉണ്ടാവില്ല. പല ഗൾഫേരുണ്ടാവും ചിലപ്പോൾ അങ്ങനെയൊക്കെ. ആദ്യമായിട്ട് വിസിറ്റ് വരുമ്പോഴേ ഭയങ്കര സെന്റിമെന്റൽ ആയിരിക്കും. ഉമ്മ പറയും, മോനെ, നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിലെ മെമ്പറല്ലേ, തങ്ങൾ പാപ്പയല്ലേ, അവരോടൊക്കെ പോയിട്ട് പൊരുത്തം വാങ്ങിക്ക്, ദ്വാരപ്പിക്കുന്നു പറയും. തങ്ങൾ പാപ്പൊക്കെ ദ്വാ ചെയ്തു. പള്ളിയിൽ ഉസ്താദിലെ പോയി ദ്വാരക്കാൻ വേണ്ടി പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, മോന്റെ യാത്രയിൽ പോയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് റാഹത്തായി കിട്ടണം, മോന് ജോലി കിട്ടണം. ജോലിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോഴൊന്നും ഇവരത് ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ ഇത്രയോ ആളുകളുടെ, ഉമ്മയുടെയും ബാപ്പയുടെയും കുടുംബത്തിന്റെയും സജ്ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹു എനിക്ക് തരുന്നത് എന്നവൻ ഓർമ്മ വരാറില്ല. അതാണ് വിഷയം. പിന്നെ ഉമ്മ പറയും, മോനെ, നമ്മുടെ ഉസ്താദിന്റെ കുട്ടിന്റെ കല്യാണമായിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ. പൊന്നാരമ്മായി ഉസ്താദന്മാർക്ക് ഇങ്ങനെ തന്നെ. ഒരു ഉസ്താദിന് 10-15 കുട്ടികൾ, ഇവരൊക്കെ നാട്ടിൽ കെട്ടിച്ചേക്കാൻ പറ്റുമോ, ഇവരൊക്കെ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെ ഓർമ്മയില്ല. ഇവരുടെയൊക്കെ കൈ ആകാശത്തേക്ക് ഉയർന്ന റബ്ബിനോട് ചോദിച്ചത് കൊണ്ടാവണം ആകാശ ലോകത്തെ വാതിലുകൾ ഇയാൾക്ക് വേണ്ടി തുറക്കപ്പെട്ടത്. മറന്നുപോകും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്തിനേറെ ജ്യേഷ്ഠന്മാര് സ്വന്തം അനുജന്മാരെ ഗൾഫിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നിട്ട് അനുജൻ നല്ല പോസ്റ്റിലേക്ക് കയറിപ്പെട്ടു. ജ്യേഷ്ഠൻ പിന്നെ കുറച്ചു കാലം ജ്യേഷ്ഠന്റെ ജോലിയും പോയി, കച്ചവടം പോയി. സ്വന്തം ജ്യേഷ്ഠനെ തിരിഞ്ഞു നോക്കാത്ത അനുജന്മാരില്ലേ, തിരിച്ചു മറിച്ചൊക്കെ എങ്ങനെ എത്രയോ വലിയ ഉപകാരം ചെയ്തു കൊടുത്തിട്ടേ പിന്നെ ഓർമ്മയേ ഇല്ല. പടച്ചവനെ, എനിക്കൊരു ജോലിയില്ലാതെ വിഷമുണ്ടായിരുന്ന സമയത്ത് ഈ ജ്യേഷ്ഠനാണ്, എന്റെ അത്ര വിദ്യാഭ്യാസമല്ല, പക്ഷെ അദ്ദേഹമാണ് എന്റെ കൈപിടിച്ച് ഓരോരോ കമ്പനികളിൽ കൊണ്ടുപോയി CV കൊണ്ടുപോയി കൊടുക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ജ്യേഷ്ഠനല്ലേ. അതൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല. നന്ദികേടെന്ന് പറഞ്ഞാൽ നന്ദികേട്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. അല്ലാഹുവിനോട് നന്ദി ചെയ്യണമെങ്കിൽ ആദ്യം മനുഷ്യനോട് നന്ദി ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ ചിന്തിക്കണം. ഇത് അള്ളാഹുവിന്റെ റസൂലിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെയാണ് ഈ ആടുകൾ ഉണ്ടാകുന്നത്. സക്കാത്ത് ചോദിച്ചു വന്നപ്പോഴേ കൊടുക്കാൻ തയ്യാറല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരുന്ന ആ 2 സ്വഹാബിമാർ കടന്നു വരുന്നതേയുള്ളൂ. കഥ നബി തങ്ങൾ കേട്ടിട്ടില്ല. സഅലബ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നബിക്കറിയില്ല. കണ്ടപ്പോഴേക്കും നബി തങ്ങൾ പറഞ്ഞു, യാ വൈഹ സഅലബ, സഅലബയുടെ നാശമേ, സഅലബയുടെ നാശമേ. നബി തങ്ങൾക്ക് വഹി വന്നു, നബിയെ, ഇയാൾ തരൂല, ഇയാൾ തരില്ല. യാ വൈഹ സഅലബ. നബി തങ്ങളോട് ഖബല അൻ യുകല്ലിമാ, നബിയോട് ഈ 2 സ്വഹാബിമാര് വിഷയം പറയുന്നതിന്റെ മുമ്പേ അവരെ കണ്ടപ്പോഴേ നബി തങ്ങൾ പറഞ്ഞു, സഅലബയുടെ നാശം, സഅലബയുടെ നാശമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾപ്പെട്ട ഒരാൾ ഇങ്ങനൊരു പണി ചെയ്തപ്പോ വിശുദ്ധമായ സൂറത്തു തൗബയിൽ നിന്ന് ആയത്തുകൾ ഇറങ്ങുകയായി. സൂറത്തു തൗബയിലെ 75 മുതൽ 77 വരെയുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് ഈ മനുഷ്യന്റെ വിഷയത്തിലാണ്. أعوذ بالله السميع العليم من الشيطان الرجيم ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. ومنهم ചില ആളുകളുണ്ട്, മൻ ആഹദല്ലാഹ്, അല്ലാഹുവിനെ മുൻനിർത്തി ശപഥം ചെയ്തവരുണ്ട്. ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി, അല്ലാഹു അവന്റെ ഔദാര്യം എനിക്ക് തന്നാൽ, അല്ലാഹു എനിക്ക് സമ്പത്ത് തന്നാൽ, ലനസ്സദ്ദഖന്ന,
ഞങ്ങൾ സ്വതക്ക ചെയ്യുമെന്ന്, ഞങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുമെന്ന് ശപഥം ചെയ്തവരുണ്ട്. വലനകൂനന്ന മിനസ് സ്വാലിഹീൻ, ഞങ്ങൾ സജ്ജനങ്ങളായിരിക്കും അല്ലാഹു ഞങ്ങൾക്ക് തന്നാൽ എന്ന് പറഞ്ഞവർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യം അല്ലാഹു അവർക്ക് കൊടുത്തപ്പോൾ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിച്ചു. വതവല്ലൗ, മുഖം തിരിച്ചു കളഞ്ഞു. വഹും മുഅ്രിദൂൻ, കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുഖം തിരിഞ്ഞ് നടക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടല്ലോ. അല്ലാഹു തന്നാൽ ഞാൻ ഇതൊക്കെ ചെയ്യും, എനിക്ക് പൈസ കിട്ടിയാൽ, നല്ല ജോലി കിട്ടിയാൽ, നല്ല ബിസിനസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് അല്ലാഹു അത് കൊടുക്കുമ്പോ പിന്നെ മുഖം തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്. പിന്നെ പറഞ്ഞത് ഓർമ്മയില്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോ നിനക്ക് തോന്നുമായിരിക്കും സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നവർ. അല്ലാഹു തുടരുകയാണ്, ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗനഹു, ഖിയാമത്ത് നാൾ വരെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വഭാവം കാണിച്ചതിന്റെ പേരിൽ അല്ലാഹു കാപട്യം പകരം കൊടുക്കുകയായിരുന്നു. ഫഅഖബഹും നിഫാഖാ, മുനാഫിഖീങ്ങളായി മാറി. ഇലാ യൗമി യൽഖൗനഹു ബിമാ അഖ്ലഫുല്ലാഹ മാ വഅദൂ, അല്ലാഹുവിനോട് കരാർ ചെയ്തത് അവർ ചെയ്തു വീട്ടാതെ വന്നപ്പോൾ അതിന് പകരം അല്ലാഹു ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തു കളഞ്ഞു. വബിമാ കാനൂ യക്ദിബൂൻ, അവർ നുണ പറഞ്ഞത് കാരണവും അല്ലാഹു അവരുടെ ഖൽബിൽ കാപട്യവും കപടവിശ്വാസവും പകരം കൊടുത്തു. അവർ വാക്കുപാലിച്ചില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആയത്തിറങ്ങുമ്പോൾ നബി തങ്ങളുടെ ആ സദസ്സിലുണ്ട് ഈ സാലബയുടെ ഒരു ബന്ധു. ഇയാളുടെ ഒരു ബന്ധുണ്ട് ആ സദസ്സിൽ. ഓടിച്ചെന്ന് സാലബയോട് ചെന്ന് പറഞ്ഞു, യാ ലാ ഉമ്മ ലക യാ സാലബ, സാലബ നിനക്ക് ഉമ്മയില്ലാതിരിക്കട്ടെ. അവർ അറബികളുടെ ശൈലിയാണ് പറഞ്ഞ, നിനക്ക് കഷ്ടകാലം വന്നു സാലബ, നിന്റെ കഷ്ടകാലം. ആ അർത്ഥത്തിലാണ് പറയാ, ലാ ഉമ്മ ലക യാ സാലബ ഖദ് അൻസല അല്ലാഹു ഫീക കദാ വകദാ, സാലബ നിന്റെ വിഷയത്തിൽ അല്ലാഹു ആയത്തിറക്കിയിരിക്കുന്നു. സാലബ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു, നബിയോട് പറഞ്ഞു, നബിയെ എങ്കിൽ എന്റെ സ്വതക്ക നിങ്ങൾ സ്വീകരിച്ചോളൂ, നബി എടുത്തോളൂ. അങ്ങനെ നബി തങ്ങൾ എടുക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ചോദിച്ചതേ തങ്ങളുടെ വീട്ടിക്ക് കൊടുക്കാനല്ല, തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ചോദിച്ചത്. ആർക്കായി ചോദിച്ചത്? മുസ്ലിം ഉമ്മത്തിന് വിതരണം ചെയ്യപ്പെടേണ്ട ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട അവകാശം ഈ മുതലാളിയുടെ സമ്പത്തിലുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മൾ മുമ്പ് ഓർത്തിട്ടുണ്ട്. അലി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും മുതലാളിമാരാക്കാൻ അല്ലാഹുവിന് കഴിയും. പക്ഷേ കുറച്ചാളുടെ കയ്യിൽ കൊടുത്തു, കുറച്ചാളുടെ കയ്യിൽ കൊടുത്തു. എന്തിനെന്നറിയോ? ഉള്ളവരുടെ കയ്യിൽ നിന്ന് ഇല്ലാത്തവർക്ക് അവര് കൊടുക്കട്ടെ. ഇതാണ് അല്ലാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത് നമ്മുടെ ഔദാര്യമല്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇത് ടാക്സ് ആണല്ലോ, ഇത് ടാക്സ് ആണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ ആയച്ചിറങ്ങിയപ്പോ പേടിച്ചു, ഓടി വന്നു. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഫഅഖബഹും നിഫാഖൻ എന്ന് അല്ലാഹു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നത് ഒരു ഫോർമാലിറ്റി ചെയ്യാൻ വേണ്ടി വന്നു. തൗബ ചെയ്ത് വന്നതാണെങ്കിൽ തങ്ങൾ സ്വീകരിക്കും, പശ്ചാത്തപിച്ച് വന്നതാണെങ്കിൽ തങ്ങളത് സ്വീകരിക്കും. പക്ഷേ ഒരു ഫോർമ എന്നാ പിടിച്ചോളൂ നബിയെ. എത്രയാ ചോദിക്കുന്നത്? 40 ആടുണ്ടാകുമ്പോ ഒന്ന്, 40 ആടിന് ഒരാട്, ഇതാണ് സക്കാത്ത്. 40 ആടുണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി. സുബ്ഹാനല്ലാഹ്. 30 പശുക്കളുണ്ടെങ്കിൽ ഒരു പശു. ഇങ്ങനെ സക്കാത്തിന്റെ കണക്ക്. അത് കൊടുക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യനായി വന്നത്. ഇത് ടാക്സ് ആണല്ലോ. ഞങ്ങളും അമുസ്ലിമീങ്ങളും പിന്നെ എന്താ വ്യത്യാസം? അമുസ്ലിമീങ്ങളല്ലേ, ദിമ്മികളായ ആളുകളല്ലേ ടാക്സ് കൊടുക്കുക. ഹാദിഹി ഉഖ്തുൽ ജിസിയ, ഇത് ജിസിയയുടെ ടാക്സിന്റെ സഹോദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ അമലുക, സഅലബ നീ ചെയ്ത പണിയാണ്. അമർതുക ഫലം തുതിഅനി, നിന്നോടൊരു വിഷയം ഞാൻ എഴുത്ത് മുഖാന്തരം എഴുത്തയച്ച് നിന്റെ മുമ്പിലേക്ക് ഞാൻ അയച്ചിട്ട് നീ അത് സ്വീകരിച്ചില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകാത്ത് സ്വീകരിക്കാതെ വന്നു. തങ്ങൾ പറഞ്ഞത് വേണ്ട, സഅലബ നിങ്ങൾക്ക് പോകാം. അദ്ദേഹം തിരിച്ചുപോയി. ആ വർഷം നബി തങ്ങൾ വഫാത്താകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ സകാത്തിന്റെ സ്വത്തുമായി വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്, ഒന്നാമത്തെ ഖലീഫയിലേക്ക്. സിദ്ദീഖ് എന്നവരെ ഇതാ എന്റെ സകാത്ത് എടുത്തോളൂ. തൗബ ചെയ്തു വന്നതല്ല. ഫഅബാ അൻ യഖ്ബലഹാ മിൻഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കാത്തത് നബിയുടെ ഖലീഫയായി എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പൊയ്ക്കോളൂ സഅലബ, വേണ്ട എന്ന് പറഞ്ഞു.
സിദ്ദീഖ് 2 വർഷം ഭരണം നടത്തി വഫാത്തായി. പിന്നെ ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ എന്നവരുടെ മുമ്പിലേക്ക് വന്നു, ഉമർ എന്നവരെ എന്റെ സകാത്ത് എടുത്തോളൂ. ഉമർ എന്നവരും പറഞ്ഞു, എന്റെ മുൻഗാമിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലും വേണ്ടെന്ന് വെച്ചത് ഉമറിന് സ്വീകരിക്കാൻ പറ്റില്ല. സാലബ കൊണ്ടുപോയിക്കോളൂ, ഇത് വേണ്ട. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ സാലബ വഫാത്താകുന്നത്. എന്താ സംഭവിച്ചത്? അല്ലാഹുവിനോട് വാക്കുകൊടുത്തു, നിബിതങ്ങളോട് വാക്കുകൊടുത്തു. നിബിതങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, സാലബ അല്പം അല്ലാഹു നൽകുകയും അല്പം നൽകുകയും ഖലീലുൻ തുഅദ്ദി ശുക്റ, ഒരല്പം അല്ലാഹു സമ്പത്ത് നൽകുകയും ആ സമ്പത്തിന് ശുക്ർ ചെയ്ത് ജീവിക്കുകയും ചെയ്യലാണ് ഖൈർ സാലബ മിൻ കസീരിൻ ലാ തുതീഖുഹു. എത്രയാണ് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നു, അതിന് എന്ത് ശുക്ർ ചെയ്യണമെന്നറിയാതെ ജീവിക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഉള്ളതിന് ശുക്ർ ചെയ്യലാണ്. സക്കാത്തിന്റെ ഒരു ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ചാൽ, സക്കാത്ത് കൊടുക്കണമെങ്കിൽ സമ്പത്ത് കണക്കെടുക്കണം. എത്രയാണ് തന്റെ കയ്യിലുള്ള ഇൻകം എന്ന്. ചില വലിയ വലിയ മുതലാളിമാരൊക്കെ ഉണ്ടാവും, എത്രയാ വരവ് എന്നല്ല, അക്കൗണ്ടിൽ അങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട്. അത് മാനേജർമാർ അടിച്ചു മാറ്റിയാലോ അക്കൗണ്ടന്റുകൾ എടുത്തു മാറ്റിയാലോ ഒന്നും അവർക്ക് അറിയാൻ പറ്റില്ല എത്രയാണ് വരുന്നത്. അങ്ങനത്തെ കോടീശ്വരന്മാരുണ്ടാവും. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചില ആൾക്കാർ പറയുന്നത്, എന്റെ വരുമാനം എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട്, ഞാനത് നോക്കാറില്ല. ഇതൊരു മുസ്ലിം പറഞ്ഞ അതിന്റെ അർത്ഥം ആള് സക്കാത്ത് കൊടുക്കാറില്ല എന്നാ. സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കണക്ക് വേണമെന്നാ, കൃത്യമായ കണക്ക്. എന്റെ വരവ് എത്രയാണ്, എനിക്ക് എത്രയാ അല്ലാഹു തരുന്നത്, ഈ കണക്കറിയുന്ന ആൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയൂ. അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുള്ളൂ. വരവ് എത്രയാ, വരുന്നത്ര, പോകുന്നത്ര, ഇതറിയാത്ത ആൾ സക്കാത്ത് കൊടുക്കാത്ത ആളായിരിക്കും. മുസ്ലിമിന് അയാളുടെ വരവ് എത്രയാണെന്ന് അറിയണം, ഇൻകം എത്രയാണെന്ന് കണക്ക് വേണം. ഇതൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. കണക്കറിയണം, കൃത്യമായി സക്കാത്ത് കൊടുക്കുക. ഇന്നൊക്കെ സക്കാത്തിന്റെ സോഫ്റ്റ്വെയറുകളുണ്ട്. സക്കാത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അക്കൗണ്ടന്റുകളായ ആളുകൾക്കൊക്കെ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. എത്രയാ സക്കാത്ത്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല ബറക്കത്ത് തരും, അതിൽ സംശുദ്ധിയുണ്ടാകും, അത് പരിശുദ്ധവുമാകും. അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ, ഇത് ടാക്സ് ആണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ സഅലബ, ആ വിഷയമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമിക്ക് മുകളിലുള്ളതൊക്കെ നല്ല അലങ്കാരമാണ്, നല്ല ഭംഗിയുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതവും ജീവിത സൗകര്യങ്ങളും, അയാളുടെ വീടും കുട്ടികളും വാഹനവും കച്ചവടവും ജോലിയും അദ്ദേഹത്തിന്റെ കൃഷിയിടവും ഫാം ഹൗസും, ഇതൊക്കെ വളരെ രസകരമാണ്, കാണാൻ ഭംഗിയുള്ളതാണ്. എന്തിനാണെന്നറിയോ? ലിനബ്ലുവഹും, മനുഷ്യരെ നാം പരീക്ഷിക്കുകയാണ്. അയ്യുഹും അഹ്സനു അമല, ഇവിടെ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത്? ഈ ലോകത്ത് വന്നത് ഒരല്പകാലത്തേക്കുള്ള ജീവിതമാണ്. ഇവിടെ നമ്മൾ ഇവിടെ തിരിച്ചു പോവേണ്ടവരാണ്. എത്ര മുതലാളിമാർ നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയി, എന്താ ബാക്കിയുള്ളത്? എത്രയോ വലിയ വലിയ മുതലാളിമാർ, വലിയ വലിയ ഭരണാധികാരികൾ മരിച്ചുപോയില്ലേ? എന്താ ഇപ്പൊ കൊണ്ടുപോയത്? നമ്മളും പോകും, നമ്മുടെ കാലശേഷം വേറെ കുറെ ആൾക്കാർ വരും, അവർ നമ്മളെ പറ്റി പറയും, കഴിഞ്ഞ നൂറ്റാണ്ടിലെ വല്ല ആൾക്കാരും ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമ്മളപ്പോഴേക്കും മണ്ണിലായിരിക്കും. എന്താ ഒന്നും കൊണ്ടുപോകില്ല. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ തമ്മിൽ തല്ലുന്നത്, ഇതിനു വേണ്ടിയാണ് കൊലപാതകം ഉണ്ടാവുന്നത്. 2 സെന്റ് ഭൂമിക്ക് വേണ്ടിയാണ് ഉമ്മയും വാപ്പയും മക്കളും തെറ്റാറുള്ളത്, അല്ലേ? സമ്പത്തിന് വേണ്ടിയല്ലേ പിണക്കങ്ങൾ ഉണ്ടാകുന്നത്? വിശുദ്ധ ഖുർആൻ ഏറ്റവും താക്കീത് ചെയ്ത ഈ സംഭവം മഹാനായ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയൊരു സംഭവ ചരിത്രത്തിലൂടെ നമുക്ക് ഹദീസിൽ മഹാനായ അല്ലാമ ജരീർ തങ്ങൾ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. ഇത് പരീക്ഷണമാണെന്നാണ്. ഇത് പരീക്ഷണമാണ്. സമ്പത്തിനോടുള്ള ഹുബ്ബ് തലയിൽ കയറിയാൽ അത് ആണായാലും പെണ്ണായാലും ജീവിതത്തിൽ നിന്ന് നന്മയുടെ, വിശുദ്ധിയുടെ എല്ലാ സ്വഭാവങ്ങളും നഷ്ടപ്പെട്ടു പോകും. പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ആകൾക്ക് ആവശ്യം കുറച്ച് പണ്ടം വേണം, എന്ന് കുറച്ച് ആഭരണങ്ങൾ വേണം, പൈസ ഉണ്ടാക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ അവൾ ഭർത്താവിന്റെ കുടുംബ ബന്ധം അവൾ മുറിക്കും. അവളുടെ ബന്ധുക്കളുമായുള്ള ഇടപാടുകൾ നിർത്തും. വല്ലാണ്ട് കോണ്ടാക്ട് വെച്ചാലേ ഇപ്പം ആളെ കല്യാണം വരുന്നുണ്ട്, ഇപ്പം അടുത്ത് നമുക്ക് വിളിക്കും, അതുകൊണ്ട് മിണ്ടണ്ടപ്പം തന്നെ ബന്ധം നിർത്താം. ഇതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? പിശുക്ക് വരുന്നതുകൊണ്ടാണ്. നമുക്കുള്ളതെന്ന് കൊടുക്കാം.
ഉള്ളതെന്ന് കൊടുക്കാം. നമ്മൾ സത്യസന്ധത പാലിച്ചാലേ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂല. തെറ്റിദ്ധരിക്കും കുറച്ചു കാലത്തേക്ക്. സത്യസന്ധമായി നിങ്ങളോട് ഒരാളെ ചോദിച്ചു, ഒരു കല്യാണത്തിന്റെ ആവശ്യം വന്നു, നിങ്ങൾ സഹായിക്കേണ്ട കേസാണ്, ആ നേരത്ത് നിങ്ങളുടെ കയ്യിലില്ല, അങ്ങനെയൊക്കെ വരൂലേ? 5 പൈസ കയ്യില്ലാത്ത നേരൊക്കെ വരൂലേ? അപ്പൊ നമ്മൾ കുടുങ്ങിയിട്ട് ഇന്ത്യയുടെ ഒരു 10,000 രൂപ അയച്ചു കൊടുത്തു. കൊടുക്കേണ്ടത് 5 ലക്ഷമാണ്. 10,000 കൊടുക്കാനേ ഇപ്പൊ വകുപ്പുള്ളൂ. 1-2 ദിവസക്കൂല്. ഇത് വല്ലാത്ത നാണക്കേടായല്ലോ, ഇത് തന്നില്ലായിരുന്നെങ്കിൽ ഇത്ര മാനക്കേടില്ലായിരുന്നു എന്നൊക്കെ ഡയലോഗ് അടിക്കും. ഏത് 10,000 തരികയാണെങ്കിൽ 1 ലക്ഷം 2 ലക്ഷമൊക്കെ തിരക്കേടില്ല. ഒരു 5 നമ്മൾ പ്രതീക്ഷിച്ചത്. ഇയാൾ കൊടുത്തത് അയാൾ കഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരു 15,000-ൽ നിന്ന് 5 ബാക്കി വെച്ച് 10 അയച്ചു കൊടുത്തത്. കുറച്ചു കാലം ഒരു കൺഫ്യൂഷനൊക്കെ വരും, തെറ്റിദ്ധാരണയും പിണക്കൊക്കെ വരും. കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ മിണ്ടില്ലാന്ന് വരും, കയറിയിരിക്കും ചോറിക്കുന്നവരെ ഈ പുരക്കാരൻ പറഞ്ഞില്ലാന്ന് വരും. വളരെ ഫ്രീ ആയിട്ട് കാശ് കൊടുത്തില്ല എന്നാ പരാതി. അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ അള്ളാഹുവാണ് മുഖല്ലിബുൽ ഖുലൂബ്. ഖൽബുകളെ മറിക്കുന്നത് അള്ളാഹുവാണ്. മനുഷ്യന്മാർക്ക് കുറച്ചു നേരം നമ്മുടെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അല്ലാത്ത ഇതൊക്കെ മനുഷ്യൻ ഇടപെടാൻ കഴിയും. പക്ഷേ തെറ്റിദ്ധാരണ എത്ര വലിയ വലിയ മഹാന്മാർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായി. അത് വളരെ പെട്ടെന്ന് അള്ളാഹു നീക്കിക്കളയും. കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, പിന്നെ അള്ളാഹു ഇടപെടും. ജനങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കും, ഇയാളത് നിരപരാധിയാണ്. അള്ളാഹു ഇടപെടും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇടപെടൽ അത്ഭുതമാണ്. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല. ഖൽബുകളെ കീഴടക്കുന്ന അള്ളാഹുവാണ്. നമ്മളൊന്നും വിചാരിക്കണ നമ്മളെന്ത് എഴുതി വിട്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നു. അള്ളാഹു കണക്കാക്കിയത് മാത്രമേ ലോകത്ത് നടക്കൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ സത്യസന്ധരാണോ ആ വിഷയത്തിൽ അള്ളാഹു ഇടപെടും. കുറ്റക്കാരാണോ അള്ളാഹു തആല ഫളിഹത്താക്കും ചെയ്യും. ഇതാണ് വിഷയം. അള്ളാഹു ഒരാൾക്ക് ഇസ്സത്ത് കൊടുക്കാൻ വിചാരിച്ചാൽ തകർക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അള്ളാഹു ഒരാളെ തകർക്കാൻ തീരുമാനിച്ചാൽ ഒരു സംവിധാനം കൊണ്ട് ആളെ രക്ഷപ്പെടുത്താനും കഴിയില്ല. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെയാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സമ്പത്തിന്റെ പേരിൽ ജീവിതം നശിപ്പിക്കരുത്. പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. പൈസയാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന ആൾ. കല്യാണത്തിനും പൈസ വേണം, സൽക്കാരത്തിനും പൈസ വേണം, കുട്ടിയുടെ മുടികളച്ചിലാണെങ്കിലും പൈസ കൊടുക്കണം, വെറുതെ കണ്ടാലും പൈസ കൊടുക്കണം, വീട്ടിൽ ചെന്ന് കണ്ടാലും ഇങ്ങോട്ട് വന്നാലും പൈസ കൊടുക്കണം. ഇങ്ങനെ പൈസക്ക് വേണ്ടി ജീവിക്കുന്ന വളരെ തരംതാണ സ്വഭാവക്കാർ ഒരുപാടുണ്ട്. അവരൊക്കെ ഒന്ന് അറിയണേ, ഒന്ന് കേൾക്കണേ. മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കൂടെ യാത്ര പോകുന്നു. വളരെ സ്വഹീഹായ പ്രസിദ്ധമായ സംഭവമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, അകൂനു മഅക വഅസ്ഹബുക, നിങ്ങളുടെ കൂടെ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ നബി അലൈഹിസ്സലാം മുഅ്ജിസത്തുൽ അല്ലാഹു നൽകിയ മഹാനായ നബിയാണ്. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ജനിക്കുന്നതിന്റെ 500 വർഷം മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. രണ്ടുപേരും ഒരു നദിയുടെ അരികത്തുകൂടെ കരയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അവിടെ ഇരുന്നു, അവിടെ ഭക്ഷണം കഴിച്ചു. കയ്യിലുണ്ടായിരുന്നത് 3 റൊട്ടിയാണ്. 3 ചെറിയ റൊട്ടി, റഗീഫത്തുൻ സലാസ, 3 റൊട്ടിയാ കയ്യിലുണ്ടായിരുന്നത്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് കഴിച്ചു. ഈസ നബി അലൈഹിസ്സലാം ആ പുഴയിൽ ചെന്ന് വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും, ജോർഡാൻ നദിയിലായിരിക്കണം, വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും 2 റൊട്ടിയും ഡിസപ്പിയർ ആയിട്ടുണ്ട്, അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പൊ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടുപേരും ഓരോരോ റൊട്ടി കഴിക്കുന്നത് ഈസ നബി കണ്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ഈസ നബി പോയത്. തിരിച്ചു വന്നപ്പോ 3ാമത്തെ റൊട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, മൻ അഖദ ഹാദർ റഗീഫ്, ആരെപ്പോ റൊട്ടി കഴിച്ചത്? ഒരാള് നദിയുടെ കരയിലാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴേക്ക് ഈ റൊട്ടിയൊക്കെ വിഴുങ്ങാന്ന് പറഞ്ഞാൽ വലിയ സാഹസമല്ലേ? ഇന്നത്തെ പോലത്തെ സോഫ്റ്റ് റൊട്ടി ഒന്നും കിട്ടൂലല്ലോ. ഇത് സമയമെടുക്കും. പെട്ടെന്ന് ഡിസപ്പിയർ ആയപ്പോഴാ ഈസ നബിക്ക് അത്ഭുതം, ആരാണ് ഇത്ര പെട്ടെന്ന് അടിച്ചു മാറ്റിയത്? അപ്പൊ ആരാ അത് ചെയ്തതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ലാതിരി എനിക്കറിയില്ല എന്നാ പോവാന്ന് പറഞ്ഞു. പോയി. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നു ഒരു മാൻപേടയെ, വമഅഹാ ഖസ്ഫാൻ, ആ മാൻപേടയുടെ 2 കുട്ടികളുണ്ട്, നല്ല ചെറിയ പ്രായമുള്ള നല്ല ഇളയ മാൻപേടകൾ. ഒന്നിനെ ഈസ നബി അലൈഹിസ്സലാം വിളിച്ചു, അതരികത്തേക്ക് വന്നു. അള്ളാഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത് അതിന് കടന്നു കൊടുത്തു. ഈസ നബി അലൈഹിസ്സലാമിന് അതിനെ അറുത്തു, അതിന്റെ മാംസം എടുത്തു. അത് ബാർബിക്യൂ ചെയ്തു, ഒരു ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ എല്ലുകൾ മാത്രമായ ആ മാൻപേടയോട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കെന്ന് പറഞ്ഞു. ആ മാൻപേട എഴുന്നേറ്റ് ഓടുന്നത് ഈ മനുഷ്യൻ കണ്ടുകൊണ്ട് കാണുകയാണ്. എന്നിട്ട് ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈസ നബിക്ക് അങ്ങനെ മുഅ്ജിസത്തുണ്ടായിരുന്നല്ലോ, മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു ഈസ നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വഞ്ചിക്കപ്പെട്ടു പോയത്. മരിച്ചവരെ ജീവിപ്പിക്കണമെങ്കിൽ പിന്നെ ദൈവമോ ദൈവപുത്രനോ ആവണല്ലോ. ഈസ നബി ചെയ്തത് ബിഇദ്നില്ലാ, ബൈ ദ പെർമിഷൻ ഓഫ് അല്ലാഹ്,
അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജീവിക്കുന്ന. അങ്ങനെ ഈസ നബി അലൈഹി സ്വലാം പറയാം. ഏതായിരുന്നാലും ഈ മാൻപേട എഴുന്നേറ്റ് ഓടിയപ്പോ ഈസ നബി അലൈഹിസ്സലാം ഈ മനുഷ്യനോട് ചോദിച്ചു, അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയ, ഈ ദൃഷ്ടാന്തം നിനക്ക് കാണിച്ചു തന്ന അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെയോ, മൻ അഖദർ റഗീഫ്, ആരാണിത് എടുത്തുകൊണ്ടുപോയത്? അങ്ങനെ ഉണ്ടാവും, വീട്ടിലൊക്കെ നിൽക്കുകയാണ്, പേഴ്സിൽ വെച്ചിട്ട് ഒന്ന് ബാത്റൂമിൽ കയറി നിൽക്കുമ്പോൾ 100 രൂപ കാണാനില്ല. എന്റെ അനുഭവം പറയല്ല, ഉദാഹരണം പറയാം. അപ്പൊ ചോദിക്കൂലേ, കുട്ടികളെ ആരാതെടുത്തത്? നിക്കറിയില്ലപ്പാ. വൈഫിനോട് ചോദിച്ചു, നീ കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. മൂത്ത മോനോട്, നീ കണ്ടോ? ഇല്ലപ്പാ, ഞാൻ അവിടെ ഇരിക്കല്ലേ. കൺഫ്യൂഷനായി. ഏതോ ഒരുത്തതിൽ കള്ളനാന്നല്ല ഉറപ്പാണല്ലോ, അല്ല അതപ്പം ഡിസപ്പിയറല്ലോ, ജിന്നു കൊണ്ടേന്നും പറയാൻ പറ്റില്ലല്ലോ. ഈസ നബി ചോദിച്ചു, നിന്റെ കൺമുമ്പിൽ ജീവനില്ലാത്ത മാൻപേടയുടെ എല്ലുകൾക്ക് മാംസം കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തിയ അള്ളാഹു ഉണ്ടല്ലോ, ആ റബ്ബിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, ആരാണിത് ചെയ്തത്? ലാതിരി, എനിക്കറിയൂല. ഇങ്ങനെ ഉണ്ടാവും വലിയ കള്ളന്മാർ, എന്ത് തെളിവ് എനിക്കറിയില്ല. രണ്ടുപേരും വെള്ളം ഒഴുകുന്നൊരു താഴ്വാരത്തിലൂടെ എത്തി. ഈസ നബി അലൈഹിസ്സലാം ഈ മനുഷ്യന്റെ കൈപിടിച്ചു. അവിടെ നദി കടക്കണം, പക്ഷെ എന്തില്ല, ബോട്ടുകളോ വഞ്ചിയൊന്നുമില്ല. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോകാൻ അള്ളാഹുവിന്റെ നബിയും മുർസലുമായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഅ്ജിസത്തുള്ള നബിയാണ്. കൈപിടിച്ചു, വാ നടക്കുന്നു പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു. ബർസ്വീസ് എന്ന് പറഞ്ഞ വലിയ മഹാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിരുന്നു. വളരെ കൂളായിട്ട് കറാമത്തുകളും മുഅ്ജിസത്തുകളും സംഭവിക്കും. അങ്ങനെ കൈപിടിച്ച് നടന്നു. അക്കരെ എത്തിയപ്പോൾ ഈസ നബി ചോദിച്ചു, അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയ, ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്ന അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കട്ടെ, ആരാണ് ആ റൊട്ടി തിന്നത്? ആരാണത് എടുത്തത്? ലാതിരി, എനിക്കറിയൂല. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇരുന്നു. ചെറിയൊരു മരുഭൂമിയുണ്ട്, മണലുകളുള്ള ഒരു പ്രദേശം. അവിടെ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം കുറച്ച് മണൽ കൂമ്പാരമെടുത്തു, മണൽ കൂനയാക്കി വെച്ചു. അത് 3 എണ്ണമാക്കി മാറ്റി വെച്ചു. 3 ചെറിയ ഹീപ്പ് ഓഫ് സാൻഡ്സ് 3 എണ്ണമാക്കി വെച്ചു. എന്നിട്ട് ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞു, കുൻ ദഹബൻ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ സ്വർണ്ണമായി മാറട്ടെ. നോക്കുമ്പോൾ 3 മണൽക്കൂനകൾ തിളങ്ങുന്നു. യാ അല്ലാഹ്, 916 സ്വർണ്ണാഭരണങ്ങൾ തിളങ്ങണ പോലെ സ്വർണ്ണ കൂമ്പാരം, 3 സ്വർണത്തിന്റെ തരിമണികൾ. ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈസ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു, സുലുസുൽ ലീ വ സുലുസുൽ ലക, ഇതിൽ 1 എനിക്കാണ്, 1 നിനക്കാണ്, പിന്നെ 1 നമ്മുടെ റൊട്ടി എടുത്തില്ലേ അയാൾക്കുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, അനല്ലദീ അഖദ്തുർ റഗീബ്, അത് ഞാനായിരുന്നു. തമാശ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞത് കുല്ലുഹു ലക്, ഇത് മുഴുവൻ നീ എടുത്തോ എന്ന് പറഞ്ഞു. ഈസ നബി പറഞ്ഞു, മുഴുവൻ നീ എടുത്തോ. ഈസ നബിക്ക് മനസ്സിലായി, നുണ പറയുന്നവരെ കൂടെ നടക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തങ്ങളോട് ചോദിച്ചു, സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഒരു മുസ്ലിമായ മനുഷ്യൻ മോഷണം ചെയ്യുമോ? സംഭവിച്ചേക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ വ്യഭിചാരം പോലെയുള്ള തോന്നിവാസന സംഭവിച്ചേക്കുമോ? ചില സന്ദർഭങ്ങൾ കടിമപ്പെട്ട് ചെയ്തേക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ നുണ പറയോ? മുസ്ലിം നുണ പറയൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിന് നുണ പറയുന്ന ആളായി മാറാൻ പറ്റൂല. നുണ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ വലിയ വിഷയമാണ്. നുണ പറയുന്നവർ ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യത്തെ അതിന്റെ പ്രൈമറി ക്വാളിറ്റി അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞു, നീ ഇത് മുഴുവൻ എടുത്തോ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഈസ നബി അലൈഹി സ്വലാം അവിടെ തിരിച്ചു പോരുന്നു. അള്ളാഹു വിഷയത്തിലേക്ക് ഇടപെടാണ്. അള്ളാഹുവിന്റെ ഇടപെടൽ വരുന്നു. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ നബിയും മുർസലുമായ ഈസ നബി അലൈഹി സ്വലാം നബിയെയാണ് വഞ്ചിച്ചത്, നബിയെയാണ് വഞ്ചിക്കുന്നത്. അള്ളാഹു വിടുവോ? 3 സ്വർണത്തിന്റെ കൂമ്പാരമാണ്. ഷാമിന്റെ ഒരു മരുഭൂമിയിലാണ് കിടക്കുന്നത്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു നടന്നു. അദ്ദേഹം സമാധാനിച്ചു, റബ്ബേ, എന്റെ ജീവിതകാലവും എന്റെ മക്കൾക്കും കഴിയാൻ ഇത് ധാരാളമാണ്. ആ കൂനിന്റെ അടുത്ത് നിൽക്കുമ്പോഴാ 2 കള്ളന്മാർ വഴിക്ക് വരുന്നത്. 2 കള്ളന്മാർ വന്നിട്ട് ചോദിച്ചു, എന്തായിരിക്കണത്? എനിക്ക് മനസ്സിലായി, എന്തെങ്കിലും ഒരു അപായം ചെയ്തേക്കും. പിന്നെ ഒന്നും ചെയ്യല്ലേ, നമ്മൾ 3 ആൾക്ക് ഊരി വെച്ചെടുക്കാന്ന് പറഞ്ഞു. ഓക്കെ,
അതിൽപ്പെട്ട ഒരുത്തൻ പറഞ്ഞു, ഞാൻ പിന്നെ കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം. എന്നാൽ പിന്നെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കല്ലേ, ഒരു ഭക്ഷണം കൊണ്ടുവരാം. ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നിടക്കാണ് മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു, പടച്ച റബ്ബേ, ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പോയിസൺ ഇട്ട് കൊടുത്താൽ രണ്ടാളും കാലിയായി പോകും. പിന്നെ എനിക്കിതെടുക്കാലോ മൂന്നും, ഈ 3 കൂനെ എനിക്കുള്ളതാവുമല്ലോ. പോയ മാത്രയിൽ രണ്ടുപേരും ചിന്തിച്ചു, മൂന്നാമത്തെ ആൾക്ക് എന്തിനാ നമ്മൾ ഓരി കൊടുക്കുന്നത്? ഈ ബ്രോക്കർമാരുടെ ഏർപ്പാട് പോലെയാണിത്. കച്ചവടം നടക്കണ നേരത്തെ ഉണ്ടാകും കുറച്ച് ആൾക്കാർ തൊള്ളിലേക്ക് നോക്കിക്കാൻ വരുന്ന അവിടെ, പിന്നെ ഓനും കൊടുക്കണ ഒരു ഓരി. ഒരു പണി ചെയ്തിട്ടുണ്ടാകും, ഒഴിവാക്കാൻ പറ്റുമോ? പ്രശ്നമായി. കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നാടാകും പാട്ടാക്കും. പിന്നെ എന്തെങ്കിലും ഇത് കൊടുക്കണ്ടേ? അപ്പൊ ഈ ഒഴിവായി കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുക നേരത്തൊക്കെ. അപ്പൊ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തു, അവൻ വരികയാണെങ്കിൽ അവനെ കൊല്ലണം, അവൻ വന്ന് അവനെ കൊന്നുകളയണം. എന്നപ്പോ നമുക്ക് രണ്ടാൾക്ക് എന്ത് ചെയ്യാം? ഓരി വെച്ചത്. അവൻ വിചാരിച്ചു ഇവർ രണ്ടാളെ ഞാൻ കൊല്ലും, ഇത് മുഴുവൻ ഞാൻ എടുക്കും. സുബ്ഹാനല്ലാഹ്. ഭക്ഷണേറ്റ് വന്നോ, ഭക്ഷണമൊക്കെ താഴെ വെച്ചപ്പോ രണ്ടുപേരും ഇവനെ പിടിച്ച് കയറി പിടിച്ചു, ഇവനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. കൊന്നിട്ട് റാഹത്തായിട്ട് ഭക്ഷണം രണ്ടുപേരും എടുത്ത് കഴിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ഭക്ഷണത്തിൽ വിഷം കലർത്തി വെച്ചതാണ് ഈ കൊണ്ടുവന്നത്. സ്വർണ്ണക്കൂന മാത്രം ബാക്കിയായി 3 ആളും മരിക്കുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ആൾക്കും കിട്ടിയില്ല, രണ്ടാമത്തെ ആൾക്കും കിട്ടിയില്ല. രണ്ടുപേരും വിചാരിച്ചു ഞാൻ ഇത് ചെയ്യാം. നമ്മുടെ ബിസിനസ്സുകളിൽ, നമ്മുടെ തുടങ്ങുന്ന എന്റർപ്രൈസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? കൂട്ടായിട്ട് ബിസിനസ് തുടങ്ങുന്നു, പിന്നെ അവന് തോന്നുന്നു ബിസിനസ് ഇങ്ങനെ പോയാൽ ഭയങ്കര ലാഭം കിട്ടും, അതുകൊണ്ട് മറ്റാളെ പുറത്താക്കണം. എത്രയോ ആളുകളിൽ നിന്ന് ഷെയർ വാങ്ങിച്ചിട്ട് പറയാം, ഷെയർ അങ്ങ് തിരിച്ചെടുത്തോളൂ, നമ്മൾ പിന്നെ ഇത് തീരുമാനം മാറ്റി. എന്ത് തീരുമാനം മാറ്റി നമ്മൾ പറയാൻ പാടുണ്ടോ? നമ്മളൊരു എത്തിക്സ്, ഒരു സംസ്കാരവും ഒരു ആദർശവും ഒക്കെ ഉള്ള ആളുകൾ, പല ആളുകളിൽ നിന്നും ഷെയർ വാങ്ങിച്ചു കൂട്ടിയിട്ട് കച്ചവടം തുടങ്ങിയത് ബിസിനസ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങ് ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ആളുകൾ ഒഴിവാക്കാം, എന്നിട്ട് സ്വന്തമാക്കാനുള്ള ഈ ഒരു ത്വര ഇത് ദുന്യാവിന്റെ വിഷയത്തിൽ വരും. എനിക്ക് മുഴുവൻ കിട്ടണം, വാപ്പയുടെ മുഴുവൻ സ്വത്തും എനിക്ക് വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. ഉമ്മയും വാപ്പയും അവരുടെ വാർദ്ധക്യ സമയത്ത് വിഷമിച്ചു കഴിയുന്ന സമയത്ത് അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലും. അതുവരെ വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ, അതുവരെ വാപ്പയോട് എപ്പോഴും ദേഷ്യത്തിലും പണക്കത്തിലുമുള്ള മക്കൾ, സക്കറാത്തിന്റെ നേരമാകുമ്പോൾ വാപ്പയുടെ മുഴുവൻ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നു പറയും. എന്നിട്ട് വാപ്പയെ മെല്ലെ 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 പറഞ്ഞു വാപ്പ. പിന്നെ ആ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ആ ഒരു ബിൽഡിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ കിടക്കുന്ന അത് എന്റെ പേരിലാക്കി തന്നൂടെ വാപ്പ? ആ ഒരു നേരത്തെ പടച്ചോനെ ഇത്രയൊക്കെ എന്നെ സഹായിച്ച മോനല്ലേ, ആയിക്കോട്ടെ മോനെ, എന്നാ വാപ്പ മഷിയൊക്കെ ഞാൻ കൊണ്ടുവരാം, വാപ്പാന്റെ വിരൽ കിട്ടിയാൽ മതി. വെച്ചിട്ട് അവരെന്ത് ചെയ്തു? സ്റ്റാമ്പ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. റസ്ബ് ചെയ്യാന്നാ പറയാ, മനുഷ്യന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ. ഇതൊരുപാട് നാട്ടിൽ നടക്കുന്നുണ്ട്. വളരെ ഫോർജ് ചെയ്തിട്ട് കള്ള പേപ്പറുകൾ ഉണ്ടാക്കിയിട്ട്, കള്ള ഡോക്യുമെന്റുകൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്മാർ എന്തെല്ലാം മനുഷ്യരുടെ സ്വത്തുകൾ എടുത്തു മാറ്റും. എന്തിനാണിതൊക്കെ? എന്തിനാണ് ഇതിലിനബലുവഹും അയ്യുഹും അഹ്സനു അമല? ഇവിടെ പൈസയും സംവിധാനങ്ങളും ഭൂമിയൊക്കെ അല്ലാഹു തന്നത് എന്തിനാണെന്നറിയോ? ഇതിലാരാണ് അതിന്റെ അർഹതയോടുകൂടെ ഇടപെടുന്നത് എന്ന് നോക്കാനാണ്. ആരാണ് ഇവിടെ ഹലാലും ഹറാമും നോക്കുന്നത് എന്ന് നോക്കാനാണ്. ആരാണ് അള്ളാഹുവിന് പൊരുത്തമുള്ള രീതിയിൽ ജീവിക്കുന്നത് എന്നറിയാനാണ്. എന്നല്ലാതെ ഇത് നിങ്ങൾക്ക് ആനന്ദിച്ചു തീർക്കാനുള്ള ലോകമല്ല. നിങ്ങൾക്കൊരു ലോകം വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ലോകം ഉറക്കമാണ്, ആഖിറം ഉണർച്ചയാണ്. അതിനിടയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. എങ്ങനെ? ഈ ലോകം നമ്മൾ ഉറങ്ങാണ്, പരലോകം നമ്മൾ ഉണരുകയാണ്. അതിന്റെ ഇടയിൽ ഒരു മരണം വെച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കുള്ള നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് മരണത്തിലൂടെയാണ്. അവിടെ രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ മരിച്ചു കിടക്കുന്ന 3 ആളെയും അറിഞ്ഞു. ഈസാ നബിക്ക് അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വമറ ബിഹിം ഈസാ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാം തന്റെ പോസ്റ്റലന്മാരായ ശിഷ്യഗണങ്ങളെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു. ഹാദിഹി ഹിയ ദുനിയ ഫഹദറുഹാ. ഇതാണ് ഈ ലോകത്തെ പൈസയുടെയും ഇവിടുത്തെ ആർഭാടത്തിന്റെയും അവസ്ഥ. അതുകൊണ്ട് ഈ ലോകത്തെ നിങ്ങൾ പേടിക്കണമേ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بسم الله الرحمن الرحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا
ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത്. ഇതാണ് ഈ ലോകത്തെ അവസ്ഥ. അതായത് ആളുകൾ ദീനിലേക്ക് വരാതിരിക്കുന്നത്, അള്ളാഹുലേക്ക് വരാതിരിക്കുന്നത്, ഒരു ദഅവത്ത്, അള്ളാഹുലേക്കുള്ള ഒരു ക്ഷണം സ്വീകരിക്കാതിരിക്കുന്നതിന്റെ കാരണം മനുഷ്യൻ ഈ ലോകത്തെ ആർഭാടങ്ങളിലേക്ക് മുഴുകിപ്പോകുന്നതാണ്. ഈ ആശയമാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നത് നോക്കൂ, വളരെ അത്ഭുതകരമായ ആയത്താണ്. ഈ ആയത്ത് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇന്നമൽ ഹയാത്തു ദുനിയ, തീർച്ചയായും ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് ലഇബുൻ, കളിയാണ്, വലഹ്വുൻ, എന്റർടൈൻമെന്റുകളാണ്, വസീനത്തുൻ, ആർഭാടമാണ്, വതഫാഖുറുൻ ബൈനക്കും, നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മേന്മ പറയലുമാണ്, ഷോ ഓഫ്. ഇതാണ് ഈ ലോകം. വതകാസുറുൻ ഫിൽ അംവാൽ, സമ്പത്ത് ഒരുപാട് വേണം എന്ന മത്സരമാണ്. അതാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. എനിക്ക് ജീവിക്കാനായിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. അങ്ങനെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇനിയും വേണം, ഒരുപാട് വേണം, കുഴപ്പമില്ല. അതുകൊണ്ടൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനും സകാത്ത് കൊടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ നിയ്യത്തുണ്ടോ, അൽഹംദുലില്ലാഹ്, ബറക്കത്താണ്. പക്ഷേ മനുഷ്യൻ ചെയ്യുന്ന അങ്ങനെയല്ല, മേന്മ പറയും. ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെ വെച്ച് മേന്മ പറയും. എന്റെ കുട്ടിയെ കെട്ടിച്ചതേ 200-300 കൊടുത്തിട്ടാണ്, അതൊക്കെ ഒന്ന് പറയണില്ലേ? അഭിമാനം പറയാറില്ലേ? അതന്നെ സംഭവം. ഈ ലോകം ഇതൊക്കെയാണ്. ഈ മേന്മ പറച്ചിലാണ് നടക്കുന്നത്. കുട്ടിയുടെ മുടി കളിച്ചലോ അല്ലെങ്കിൽ അഖീഖത്ത് അറക്കലൊക്കെ വലിയ കൂലിയുള്ള വിഷയമാണ്. നമ്മളിപ്പോ എന്താ അഖീഖത്ത്, കുട്ടിയുടെ അഖീഖത്ത് അർത്ഥം 2.5 കിൻഡൽ ഉണ്ടായിരുന്നു, എന്താ പറയാ, സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു അയൽവക്കത്തോ ബന്ധുവിലോ ആരോ അർത്ഥം 1 കിൻഡൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതന്നെ ഈ 2.5 കിൻഡൽ ഉണ്ടായിരുന്നു ഈ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. തകാസുറൻ, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മനുഷ്യൻ പറയും. യഖൂലു അഹ്ലക്തു മാലി, ഞാൻ എന്റെ അഹ്ലക്തു മാലി ലുബദ മാലൽ ലുബദ, ഞാൻ എന്റെ സമ്പത്ത് ഒരുപാട് അടിച്ചു തീർത്തിട്ടുണ്ട്. അതാ പറയാ, ഞാൻ എന്റെ സമ്പത്ത് മാലൽ ലുബദ, നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, വാരി എറിഞ്ഞിട്ടുണ്ട് എന്ന് മനുഷ്യൻ അഭിമാനം പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയാണ്. സൂറത്തുൽ ഹദീദിലെ ഈ ആയത്ത് വല്ലാത്തൊരു അത്ഭുതമുള്ള ആയത്താണ്. നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആർക്കും ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരു മുമ്പേ വരുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു കുട്ടിയുടെ ജന്മം മുതൽ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഈ പറയുന്നത്. എവിടെയോ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും പറയാനല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ടാ. പടച്ചോനെ, ഈ പറഞ്ഞ തന്നെ കേൾക്കുമ്പോ, കേട്ട തന്നെ കേൾക്കുമ്പോ ഒരു ബോറടി വരുവേ. അത് വേള കേൾക്കുകയാണെങ്കിലും ഉണ്ടാവും. ദീനിന്റെ വിഷയം പുതിയ ഉണ്ടാക്കി പറയാൻ പറ്റുള്ളൂ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ നിങ്ങൾക്കൊരു മടുപ്പ് വരണ്ടെന്ന് വിചാരിച്ചിട്ടേ. ഇപ്പോഴത്തെ കാലത്ത് വേള വരണ ഉസ്താദ്മാരൊക്കെ നല്ല ഹോംവർക്ക് ചെയ്യണം. പണ്ടത്തെ കാലത്ത് ഒരു വേള തന്നെ വെച്ച് കാച്ചാൻ പറ്റൂല, ആൾക്കാരൊക്കെ എണീറ്റ് പോകും. അപ്പോ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നാണ് ആഗ്രഹം. അപ്പൊ നിങ്ങൾ മുമ്പ് കേട്ടതാണെങ്കിൽ ഒന്നും കൂടെ കേൾക്കി. ഖുർആനല്ലേ, നല്ല രസകരമായൊരു ആശയമാണ്. യഅലമു, നിങ്ങൾ അറിയണമേ, ഈ ലോകം എന്ന് പറയുന്നത് കളിയും എന്റർടൈൻമെന്റും ആർഭാടവും ഷോ ഓഫുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ തുടങ്ങുന്ന ഒരു വിഷയമാണ് ഖുർആൻ പറഞ്ഞത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ ആവശ്യമുള്ളത് എന്താണെന്നറിയോ? ടോയ്സാണ്. ഒരു കുട്ടിക്ക് ആവശ്യം അതാ. ഏറ്റവും കൂടുതൽ കുട്ടി ഇഷ്ടപ്പെടുക എന്താണ്? ടോയ്സാണ് ഇഷ്ടപ്പെടുക. ലൈബ്, കളിക്കാനുള്ള സാധനങ്ങളാണ്. ഒരു പാർക്ക് കൊണ്ടുപോയിട്ട് കുട്ടികൾ അവിടെ നിന്ന് കരയും, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോരാ. അവർക്ക് കളിക്കണം, ലൈബ്, കളിക്കണം. ഒരു ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഒരു ദിവസം കളിച്ചു, 2ാമത്തെ ദിവസം അടിച്ചു പൊളിച്ചു. ഉമ്മ ചോദിക്കുകയാണ്, മോനെ നിന്റെ കാറ്. എനിക്ക് വേണ്ടമ്മ. വേറൊരു ഷോപ്പിൽ പോയി, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് കരയും മക്കള്. ഇത് വേണം, ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കും. വാപ്പ മാനക്കേടുകൊണ്ട് എന്ത് ചെയ്യും? വാങ്ങിച്ചു കൊടുക്കും. വാപ്പാക്ക് അറിയാം ഇത് വീട്ടിൽ വേറെ ഉണ്ട്. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ കുട്ടി ഇങ്ങനെ കരയുമ്പോഴേ ഇതൊരു പിഷ്ക വാപ്പയാണല്ലോ എന്ന് പറയുമെന്ന് വിചാരിച്ച് അടുത്തത് വാങ്ങിച്ചു കൊടുക്കും. ഇത് കൊണ്ടുപോയി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്നു, ഒന്ന് കളിച്ചു, 2 ദിവസം 3 ദിവസം, പിന്നെ അത് മൂലക്കലാണ്. അല്ലേ? ശുദ്ധ ഖുർആൻ പറയാം, ഈ ലോകത്തിന്റെ ഉദാഹരണം ഇന്നതാണ്. അതായത് നിങ്ങൾക്ക് തോന്നുന്നു ഇന്നത് കിട്ടിയാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനായി, ഞാൻ സാറ്റിസ്ഫൈഡ് ആവും, എനിക്കിത് കിട്ടിയാൽ മതി, പിന്നെ ഒന്നും എനിക്ക് വേണ്ട എന്ന് തോന്നും. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് മടുപ്പ് വരും. ഈ ലോകം ഇങ്ങനെയാണ്. പരലോകം മടുപ്പ് വരില്ല. അടുത്ത
വിഷയം വലഹുൻ, ഇത് എന്റർടൈൻമെന്റുകളുടെ ലോകമാണ്. കുട്ടി ഒന്നങ്ങ് വലുതായാൽ ഒരു 3 വയസ്സ് 4 വയസ്സായി കഴിഞ്ഞാൽ ഏതോ കുട്ടി എന്തോ പറഞ്ഞു കേട്ടു, അപ്പെങ്കിൽ ഇനോ വേണ്ട, എന്താ iPhone 6 തന്നെ വേണമെന്നല്ലേ, ഏതൊരു ചെറിയ കുട്ടി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടത്? എനിക്കാരോ കാണിച്ചു തന്നു. ചെറിയ മക്കളെ പറയണത് ലിനോവോന്ന് മഹ്റജനുസരിച്ച് പറയാൻ വയ്യ. പാപ്പ തിരിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ്. അവൻ പറഞ്ഞത് ഇന്നതാണ്, iPhone 6 തന്നെ വേണം കളിക്കാനേ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അവർക്കൊരു എന്റർടൈൻമെന്റ് വാങ്ങിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക. അതൊരു കുറച്ച് ദിവസമൊക്കെ കളി, 2 ആഴ്ച 3 ആഴ്ച ഒക്കെ ഒരു കുറച്ച് ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു വരും. പിന്നെ അത് മൂലക്കലാണ്. പിന്നെ അത് വേണ്ട, അതിന് വേറെ എന്തെങ്കിലും വേണം. ഈ ലോകം ഇങ്ങനെയാണ്. പിന്നെ ആർഭാടത്തെ സംബന്ധിച്ചുള്ള ചിന്ത വരും, ഭംഗിയാവണമെന്ന ചിന്ത വരും. ഒരു സ്കൂളിൽ 8ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതിങ്ങനായി. അപ്പോഴാണ് സ്കൂൾ ബസ് താഴെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. കുട്ടി മിററിന്റെ മുമ്പ് ഇറങ്ങിയിട്ടില്ല, പെൺകുട്ടികളോട് സ്കാർഫുകള് കുപ്പായൊക്കെ റെഡിയാക്കി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് റെഡി സ്കൂൾ ബസ് താഴെ വന്ന് വെയിറ്റ് ചെയ്യും. ഒരു കുട്ടിക്ക് 1 മിനിറ്റ് 1/2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്റെ സംഭവം, എന്റെ ഭംഗി പൂർത്തിയായില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂളിൽ പോകുമെന്ന് ചെത്തിപ്പൊളിക്കാൻ തുടങ്ങും. അത് 8ാം ക്ലാസ് എത്തുമ്പോഴൊക്കെ ആയി തുടങ്ങും. ആലോചിച്ചാൽ മനസ്സിലാവും. ഖുർആൻ പറയാൻ, ഇനി മുതൽ നിങ്ങൾക്ക് സൗന്ദര്യബോധം വന്നു തുടങ്ങും. അപ്പോ എന്റെ കുപ്പായം, എന്റെ ഷർട്ടിന്റെ ബ്രാൻഡ്, എന്റെ ഷൂവിന്റെ ബ്രാൻഡ് ഇത് നൈക്ക് തന്നെയാണോ, അതല്ല ഇത് ഹഷ് പഫീസ് ആണോ, അല്ലതുപോലെ ചൈനയാണോ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കാൻ തുടങ്ങും. എന്താണ്? ബ്രാൻഡുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അവരുടെ ട്രൗസർ ആയാലും അവര് സ്പോർട്സ് യൂട്ടിലിറ്റി സാധനങ്ങൾ എന്തായാലും ബ്രാൻഡുകൾ വേണമെന്ന ചിന്ത വരും. എന്തേ? ഒരു ആർഭാടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യും? വാപ്പയോടൊക്കെ പറഞ്ഞു തുടങ്ങും, വാപ്പ നിങ്ങൾ ഈ പൊളിഞ്ഞ കാറൊക്കെ മാറ്റാൻ നേരായിട്ടില്ലേ, നമുക്ക് പുതിയ കാറ് വാങ്ങിച്ചൂടെ എന്ന് മക്കൾ വാപ്പയോട് പറയും. മോളെ, ഇതിന് എത്രയാതിന് വില എന്നറിയോ എന്നൊക്കെ വാപ്പ പറഞ്ഞു കൊടുത്താലും വാപ്പ ഒന്നും പറയില്ല. എന്റെ കുട്ടികളുടെ അടുത്തുള്ള ഓരോ കയ്യിലൊക്കെ ഉള്ള വാഹനം കാണണം നിങ്ങൾ. അപ്പൊ വാപ്പ കുഞ്ഞിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോ മോള് പറയാൻ തുടങ്ങും, എന്ത് പൊന്നാര വാപ്പ എന്നെ സ്കൂൾ ബസ്സിൽ വിട്ടാൽ മതി, നിങ്ങൾ ഈ പൊളിഞ്ഞ കാറൊന്നും എന്റെ കുട്ടികൾ കാണണ്ട, എന്റെ സുഹൃത്തുക്കൾ കണ്ട, എനിക്ക് മാനക്കേടാണ്, നിങ്ങൾ ഇത് കൊണ്ടുവരണ്ട. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മക്കൾ പറയാൻ തുടങ്ങും. വസീന, അത് ആർഭാടത്തിന്റെ സമയമാണ്. പിന്നെ വതഫാഖുറുൻ, അഭിമാനം പറയുന്ന സമയം വരും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് അതാണ്. അപ്പോഴാണ് നമ്മുടെ കോളേജിലേക്ക് എത്തിക്കഴിയുന്ന സമയത്ത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നത് മക്കൾ അഭിമാനം പറയാൻ തുടങ്ങും. ഞാൻ പഠിക്കുന്നതേ ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ്. നീയോ? ഞാൻ അണ്ണാമലയുടെ ബ്രാഞ്ചിലാണ്. എന്തിട അണ്ണാമല എന്ന് കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അവൻ പറയില്ല ശരിക്കും ഞാനൊരു യൂണിവേഴ്സിറ്റിയിലാണ്, ഏതാണ് തിരിച്ചു പല ചോദ്യം ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്തേ? മനുഷ്യൻ അഭിമാനം പറയുന്ന സ്റ്റേജിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, വല്ല മാറ്റമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെ തോന്നിത്തുടങ്ങും. ഈ ലോകം അങ്ങനെയാണ്. ഒരു പുതിയൊരു ഫോൺ ഇറങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്കത് വാങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി, നിങ്ങളത് വാങ്ങിച്ചു. വാങ്ങിക്കുന്നവരെ വലിയ ആവേശമാണ്. ഒരാളുടെ കയ്യിൽ കാണും അങ്ങനെ അവന്റെ കണ്ണറ് കൊള്ളുമെന്ന് പേടിയായി പോകും. ആ നിലക്കുള്ള നോട്ടൊക്കെ ആയിരിക്കും. കിട്ടിക്കഴിഞ്ഞാലോ തീർന്നു. അടുത്ത മോഡൽ ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ഇവന്റെ കയ്യിലുള്ളത് മഞ്ഞയായി പോവാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കണേ, കർഷകരെ പോലെയാണ്. അവർക്ക് ചെടികൾ മുളച്ചു വന്നു കഴിയുമ്പോൾ എന്തോ ഒരു രസം തോന്നും. നമ്മളെ ഫാമൊക്കെ വളരെ റെഡിയായി നിൽക്കാണ്, അതിന്റെ ഹാർവസ്റ്റ് ആയി കഴിഞ്ഞു, നമുക്ക് മുറിച്ചെടുത്ത് കൊണ്ടുപോകാം, നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോകാം, നല്ല വില കിട്ടും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അല്ലാഹു തആല അതിനെ നശിപ്പിച്ചു കളയുകയും ആ പച്ചയായി നിന്നത് മഞ്ഞയായി മാറുകയും ചെയ്യുന്നത് കാണാം. ഇങ്ങനെയാണ് ലോകം. മഞ്ഞയായിട്ട് മാറും, കാണാൻ രസമല്ല. പിന്നെ ഒരു വാഹനം മേടിച്ചു, അടുത്ത മോഡൽ ഇറങ്ങുമ്പോഴേക്കും ഇവന് മടി വന്നു. ഇനിയിപ്പോ എന്റെ വാഹനം ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ, മോഡൽ മാറിയില്ലേ, ഈ പഴയ മോഡല്. അങ്ങനെയാ. ഒരു വീട് വെച്ചു. ഗൾഫുകാരുടെയൊക്കെ വലിയ ആഗ്രഹം അങ്ങനെ ഒരു വീട് വെക്കണം. ചിലരൊക്കെ പറയും ഞാനൊരു 5 സെന്റിലെ വീട് ഇവിടെ അൽഹംദുലില്ലാഹ് അല്ലാഹ് പൂർത്തിയാക്കി തരട്ടെ. 5 സെന്റ് പൂർത്തിയായി കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വന്നു തുടങ്ങും, പടച്ചോനെ ഒരു 10 സെന്റ് ആക്കായിരുന്നു, സൗകര്യമില്ലല്ലോ. വളരെ ചെറിയ പ്ലാനാണ്, വളരെ വീതി കുറഞ്ഞ വളരെ ചെറിയ റൂമുകൾ, അങ്ങനെയൊക്കെയാണ് എന്റെ പ്ലാൻ. ഇൻഷാ അല്ലാഹ് ഒരു 10-15 ലക്ഷം കൊണ്ട് തീർക്കണം എന്നാണ്. ആ 15 ലക്ഷം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് മടുപ്പ് വന്നു തുടങ്ങി, എന്തൊരു സൗകര്യമില്ലല്ലോ എന്ന് തോന്നി തുടങ്ങി.
നമ്മൾ ഹൗസ് വാമിങ് ചെയ്യുന്നു, ഒരുപാട് ആളുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കൂലേ? നമ്മൾ റൂം വാടക എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റെന്റിന് താമസിക്കുകയാണെങ്കിലോ വാങ്ങിക്കുകയാണെങ്കിലോ നമ്മൾ സ്വയം നാട്ടിൽ വെച്ച വീടാണെങ്കിലോ ആളുകളെ വെച്ച് കാണിച്ചു കൊടുക്കാനുള്ളൊരു ത്വര വരും. അതാണ് സീനത്തുൻ വ തഫാഖുറുൻ എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാറുണ്ട്, അത് ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു അത് നൽകിക്കഴിഞ്ഞ് മറ്റൊരാൾക്ക് നിങ്ങളെക്കാളും ഖൈറായത് അല്ലാഹു കൊടുത്തു എന്നറിയുന്ന നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് പിന്നെ മഞ്ഞയാണ്. അതുവരെ എന്തോ ഒരു ആവേശത്തിൽ ആളുകളെ ക്ഷണിച്ചത്, ടോയ്ലറ്റൊക്കെ കാണിച്ചു കൊടുക്കൂലേ നമ്മള് വീട്ടിലെ, ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് മറ്റവന്റെ ടോയ്ലറ്റ് ഇവന്റെ ബെഡ്റൂമിന്റെ അത്ര ഉണ്ട്, അവന് സങ്കടമായി തുടങ്ങി. പടച്ചോനെ, അതുവരെ ഇവന് എന്തോ വലിയ സംഭവമായിരുന്നു അവന്റെ വീട്, ഇനി മുതൽ ഈ വീട് മഞ്ഞയാണ്. മോഡലൊക്കെ പോയില്ലേ? പിന്നെ പറയാൻ തുടങ്ങി, ഇത് 2015 ഉണ്ടാക്കിയ അല്ല 2010 ഉണ്ടാക്കിയതാ, അന്നത്തെ മോഡൽ അതൊക്കെയല്ലേ ഉള്ളൂ എന്ന് വരുന്നവരോട് ചോദിക്കും മുമ്പേ അവൻ പറയാൻ തുടങ്ങും. ഇതൊക്കെ എന്താണെന്നറിയോ? മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഷോ ഓഫ് മനുഷ്യന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ചാടിച്ചു പോകുന്നവരും ഓടിച്ചു കൊണ്ടുപോകുന്നവരൊക്കെ. പെൺകുട്ടികൾ പറയില്ലേ, വാപ്പാ എനിക്ക് എന്റെ ജീവിതത്തിൽ കല്യാണം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ ഞാൻ ഇവനെ കല്യാണം കഴിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇവൻ പറയും, പൊന്നാര ഉമ്മ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യല്ലേ, ഞാനും അവളും തമ്മിൽ സ്നേഹത്തിലാണ്, അതുകൊണ്ട് എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ ഞാൻ ഇവളെ കിട്ടുള്ളൂ, എനിക്ക് അവളല്ലാത്തൊരു ഭാര്യ വേണ്ട, അവള് പറയും അവളല്ലാത്തൊരു ഭർത്താവും വേണ്ട. എന്നാ പൊന്നാര മക്കളെ, നിങ്ങളുടെ വയസ്സിന്റെ വ്യത്യാസം ഇങ്ങനെയാണ് കിടക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള കുടുംബപരമായ വ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെയാണ്. പാപ്പ അതൊന്നും എന്നോട് പറയണ്ട, സ്നേഹമാവരുത്. ആയിക്കോട്ടെ മോന് മൂളങ്ങ് സഹിച്ചേക്ക്. കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. 2 കൊല്ലം കഴിഞ്ഞാൽ രണ്ടാൾക്കും എടുപ്പൊന്നു തുടങ്ങും. കാരണം കയ്യിൽ കിട്ടുന്നത് വരെ ആവേശം ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ ഈ ആവേശമൊക്കെ പോകും. അതുകൊണ്ട് കട്ട് നിന്നാൽ വല്ലാത്ത രസം ഉണ്ടാവുന്ന ആൾക്കാർ പറയാൻ കാരണം മനുഷ്യന്മാർക്ക് സ്വന്തം ഹലാലിലുള്ളത് മനുഷ്യന്മാർക്ക് അതിന്റെ വില മനസ്സിലാവാറില്ല. അപ്പൊ അച്ചീവ് ചെയ്യണം, എനിക്ക് എത്തിപ്പിടിക്കണമെന്ന ആഗ്രഹം വരും. എനിക്ക് ഇതല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറയും. കല്യാണം കഴിഞ്ഞ് എന്തെല്ലാം സന്തോഷത്തിലും റാഹത്തിലോ ജീവിക്കുന്നത്, കുറച്ചു കൊല്ലം ഒരു കുഞ്ഞായി 2 കുഞ്ഞായി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു 2-3 കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും രണ്ടുപേർക്കും മടുപ്പായി തുടങ്ങി. ആരായി മടുക്കുന്നത്? എനിക്ക് മടുക്കൂല എന്ന് പറഞ്ഞ 2 ആളുകൾ. ഇതാണ് ഈ ലോകം. നിങ്ങൾക്കത് പച്ചയായി തോന്നുന്നു, ഇത് പിന്നെ മഞ്ഞയായി മാറാൻ പോവുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏത് സംഗതി ഇങ്ങനെയാണ്. ഒരു ജോലി കിട്ടണം, ഇന്നാലിന്ന സ്ഥാപനത്തിൽ ജോലി വേണം, അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയല്ലേ ഉള്ളൂ, ഇത്ര ശമ്പളമൊക്കെ കിട്ടണം എന്നൊക്കെ വലിയ ആഗ്രഹം, അത് കിട്ടിക്കഴിഞ്ഞു ഇതിൽ ഇത്രയല്ലോ, ദുന്യാവ് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഖുർആൻ പറയാണ്, ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തരുമെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങൾക്കത് സന്തോഷം തരില്ല. അങ്ങനെയാണ്. നിങ്ങൾക്ക് തോന്നും എനിക്കിത് കിട്ടിയാൽ എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമായി എന്ന്. ആവില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് വിസിറ്റ് കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാം. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക. അവൻ ആദ്യം വിസ കിട്ടലായിരിക്കും ആവശ്യം. വിസ കിട്ടി കഴിഞ്ഞാൽ അവന്റെ കോലക്കം മാറും. ഇത് അത്ര ഉള്ളൂപ്പന്റെ ശമ്പളം, പടച്ച റബ്ബിന്റെ കൂടെ പഠിച്ചവൻ അത്ര കിട്ടുന്നില്ലേ, എന്നൊക്കെ തോന്നി തുടങ്ങും. മനുഷ്യന് ആർത്തി തീരില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കണം, വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷയുമുണ്ട്, അല്ലാഹുവിന്റെ പ്രതിഫലവുമുണ്ട്. എന്ത് വേണമെന്ന് തീരുമാനിച്ചോളൂ. ഈ ലോകം ഇങ്ങനെയാണ്. ഇവിടെ കളികളോ തമാശകളോ എന്റർടൈൻമെന്റുകളോ പാട്ട് മ്യൂസിക് ഗാനമേളകൾ മറ്റു കാര്യങ്ങൾ എന്റർടൈൻമെന്റുകൾ ഇതൊന്നും ലോകത്ത് നിർത്താൻ പോകുന്നില്ലെന്ന. ഇതങ്ങനെ പോകും. ദുന്യാവുമായി ബന്ധമുള്ള ആളുകൾക്ക്, അവർക്ക് അല്ലാഹുമായി എടുക്കാൻ സൗഭാഗ്യമില്ലാത്ത ആളുകൾ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഖിയാമത്ത് നാൾ വരെ നടക്കും ചെയ്യും. അത് ഈ ലോകത്തിന്റെ ചിത്രം ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ കുറച്ചാളുകൾ കളിയുടെ പിന്നാലെയാണ്, കുറച്ചാളുകൾ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെയാണ്, കുറച്ചാളുകൾ ഷോ ഓഫ് ആണ്, ആർഭാടം പറയലാണ്. എന്റെ മക്കൾക്ക് ഞാൻ ഇത്ര കൊടുത്തു, എന്റെ മക്കളെ കല്യാണം കഴിച്ചത് ഡോക്ടർ, അവളുടെ അനിയത്തിയെ കിട്ടിയത് എഞ്ചിനീയർ, എന്റെ മോൾ ഇപ്പൊ പഠിക്കുന്നത് BDS ഇന്നാലിന്റെ സ്ഥാപനത്തിൽ, എന്റെ ഒരു മോൻ പഠിക്കുന്നത് UK, മറ്റേ മോൻ ഫ്രാൻസിലേക്ക് പോയി, അടുത്ത ചെറിയോൻ ഇതാ +2 കഴിഞ്ഞവനെ ഞാൻ ജർമ്മനിയിലേക്ക് പറഞ്ഞേക്കാൻ പോവാ. എന്താ അതൊക്കെ ചോദിക്കുന്ന മുമ്പ് അതൊക്കെ പറയണത്? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തഫാഖുർ. മനുഷ്യൻ അഭിമാനം പറയാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നാൽ ഇതിൽ വല്ലതുണ്ടോ? ഈ മക്കൾ തന്റെ വാപ്പ ചെയ്ത ഉപകാരം മക്കൾക്ക് ഓർമ്മ വരാറുണ്ടോ? അവരവരുടെ വഴിക്ക് പോകും. അങ്ങനെ ഉണ്ടാവുക. ദുന്യാവ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വലിയ സംഭവമാണെന്ന്, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമല്ലെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓടി വരൂ, മത്സരിച്ചു വരേണമേ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അല്ലാഹുവിന്റെ പാപമോചനവും സ്വർഗ്ഗവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ആ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരൂ. ആ സ്വർഗ്ഗത്തിന്റെ വീതി എന്ന് പറയുന്നത് ആകാശഭൂമികളോളം വിശാലമാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. വിശാലതയെ ഖുർആൻ പറഞ്ഞു. മുഫസ്സിറുകൾ പറയും, നിങ്ങൾ
നീളം എത്രയാന്നുള്ള പറഞ്ഞിട്ടില്ല, വീതി ഇത്രയാ, പിന്നെ നീളം പറയേണ്ട ആവശ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ പ്രപഞ്ചത്തിന്റെ വിഡ്ത്ത് ഇങ്ങനെയാണ്. പിന്നെ ലെങ്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്താൽ മതി, നിങ്ങൾ ഗസ് ചെയ്താൽ മതി. ഈ പ്രപഞ്ചത്തിന്റെ അനന്തകോടി ഗാലക്സികളുള്ള, ഓരോ ഗാലക്സികളിലും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തോളം വീതിയുള്ളതാണ് അള്ളാഹുവിന്റെ സ്വർഗം. അങ്ങോട്ട് വരുന്നുണ്ടോ? അവിടെ മടുപ്പില്ല. അങ്ങോട്ട് നിങ്ങൾ വരുന്നുണ്ടോ? സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ? ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ ഇടപാടുകളും അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതും വിശുദ്ധ ഖുർആനിലൂടെയും നബി തങ്ങളുടെ ജിഹ്വയിലൂടെയും അള്ളാഹു പഠിപ്പിച്ചതുമായ നന്മകൾ പിൻപറ്റുന്നവർക്കാണിത്. ദാലിക ഫദ്ലുല്ലാഹ്, ഇത് അള്ളാഹു നൽകുന്ന ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു അത് കൊടുക്കും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു വലിയ ഔദാര്യം ചെയ്യുന്നവനാണ്. നിങ്ങൾ ഇതിന്റെ പിന്നാലെ എന്ത് ചെയ്യരുത്? ജീവിതം നശിപ്പിച്ചു കളയല്ലേ. ദുനിയാവിൽ അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും വരുമാനം ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര മതി, ഒരുപാട് വേണ്ട, ഞങ്ങളുടെ ആവശ്യം നടന്നു പോകാനുള്ളത് തരണമേ എന്ന് ദുആ ചെയ്യുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അവസാനിപ്പിക്കാറായി, 5 മിനിറ്റ് ഇവിടെ ബാക്കിയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സലാസുൻ മുഹ്ലികാതുൻ, 3 വിഷയങ്ങൾ നിങ്ങൾക്ക് നാശമുണ്ടാക്കും. നിങ്ങൾ കരുതിയിരിക്കണേ, 3 വിഷയങ്ങൾ ശ്രദ്ധിക്കണമേ. സലാസുൻ മുഹ്ലികാതുൻ. 1, ഹവൻ മുതാഅ, ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിപരീതമായി ശരീരത്തിന്റെ ഇഷ്ടമെന്തോ അത് ചെയ്യുക. ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെ, എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യും, എനിക്ക് അവളെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നാലെ നടക്കുക. ഇത് അള്ളാഹു ഇഷ്ടമാണോ കുട്ടി? ഇത് അള്ളാഹുവിന് പറ്റുമോ? ഇതൊന്നും വിഷയമല്ല. ഹവൻ മുതാഅ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഇഷ്ടമെന്തോ അതനുസരിച്ച് ചെയ്യാം. അവന് കള്ളുടിക്കണം തോന്നുന്നു, അവൻ കുടിച്ചു. അവന് പെണ്ണിന്റെ പിന്നാലെ പോണോ, അവൻ പോകുന്നു. ഇന്നതൊക്കെ വിളിച്ചു പറയണം, അങ്ങനെ വിളിച്ചു പറയുന്നു. അവൻ ഇന്നതൊക്കെ അപ്ലോഡ് ചെയ്യണം, അപ്ലോഡ് ചെയ്യുന്നു. ഇന്നതൊക്കെ ചെയ്യണം, ഇങ്ങനെ നടക്കുക. ഹവൻ മുതാഅ, അവൻ ആരാധിക്കുന്നത് അവന്റെ ശരീരത്തിന്റെ ഇച്ഛയാണ്. കാസർഗോഡത്തെ ഇച്ഛയല്ല, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ഇച്ഛാശക്തി എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതായിരിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവുക. അള്ളാഹുവിന്റെ ഇഷ്ടം മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താ? സുബഹി നേരം കിടന്നുറങ്ങണം എന്നാ ശരീരം ആഗ്രഹിക്കുക. എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് മലക്കുകളാ പറഞ്ഞുതരാ. എഴുന്നേൽക്കണമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം കിട്ടുമ്പോഴാണ്. ശരീരത്തിന്റെ ആഗ്രഹത്തിന് വിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശരീരത്തിന്റെ ഇച്ഛകളെ നിങ്ങൾ ഒരിക്കലും അനുസരിക്കരുത്. അനുകരിക്കപ്പെടുന്ന പിശുക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു നല്ല കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ ഖൈറുൽ ഉമൂരി അഅ്ജലുഹു, ഏതൊരു നല്ല കാര്യം വന്നാലും അത് പെട്ടെന്ന് ചെയ്യലാണ് ഖൈർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കണ്ട് കൊടുക്കണോ കൊടുക്കണ്ട, ഇപ്പൊ വേണോ നാളെ കൊടുത്താൽ മതിയോ, ഇത് ചിന്തിച്ച പിശാച് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി പോകും. അങ്ങനെയാണ്. ഒരാൾ കഴിഞ്ഞ മുമ്പ് നമ്മൾ ആ പള്ളിയുടെ വിഷയം പറഞ്ഞപ്പോഴേ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഉണ്ടായിരിക്കും, അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാനായിരുന്നു ആദ്യം പറഞ്ഞത്, ഒരു മുസല്ല ഞാൻ ഏറ്റെടുത്തു, ഞാൻ ആദ്യം കൈ കാണിച്ചു, ഉസ്താദിനെ കണ്ടിട്ടില്ല, ഞാനായിരുന്നു കൈ കാണിച്ചത്. എനിക്ക് അപ്പൊ തോന്നി ഇത് ഞാൻ ഒന്ന് ചിന്തിച്ചാൽ പിന്നെ പോയി പോകും, അതുകൊണ്ടോ അപ്പോഴേക്കപ്പോഴേ ഞാൻ കൈപൊക്കി, ഒന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് വലിയൊരു തത്വമാണ്, വലിയൊരു നന്മയുമാണ്. കാരണം എന്താണെന്നറിയോ, ഒരു സ്വതക്ക കൊടുക്കണമെങ്കിൽ 10-70ഓളം പിശാചുക്കളെ വകഞ്ഞു മാറ്റണം എന്നാണ്. അവരൊക്കെ തട്ടി മാറ്റിയാലേ ഒരു സ്വതക്ക കൊടുക്കാൻ കഴിയുള്ളൂ. അല്ലെ ഞാൻ എന്റെ കുട്ടികൾ അവരുടെ സുഖം, ഇതല്ല അതപ്പുറത്തേക്ക് ഈ സമൂഹത്തിൽ പാവപ്പെട്ടവർ, എനിക്ക് വിഷയമല്ല, വാപ്പിമ്യം പറഞ്ഞു കൊടുക്കണം, ഞാൻ കൊടുക്കുക. ഇതല്ല സത്യവിശ്വാസം ചെയ്യേണ്ടത്. കണ്ടറിഞ്ഞ് ചെയ്യലാണ് സത്യവിശ്വാസം. പിശുക്ക് വരരുത് എന്നാണ്. ഏത് നന്മ നമ്മൾ കൊടുക്കുക, ഓൻ കൊടുക്കട്ടെ, മറ്റുള്ള കൊടുക്കട്ടെ, കാര്യം നടന്നാൽ പോരെ, അങ്ങനെയല്ല. ഞാൻ കൊടുത്താൽ എനിക്ക് അല്ലാഹു കൂലി തരും. അങ്ങനെ മനുഷ്യൻ പിശുക്ക് കാണിക്കുന്നത് മുഹ്ലികാത്തുൻ, നശിപ്പിക്കുന്നവയാണ്, നാശം വരും. എങ്ങനെയൊക്കെ നാശം എന്നറിയോ? നല്ല സുഹൃബന്ധങ്ങൾ ഉണ്ടാവില്ല പിശുക്കന്മാർക്ക്. ഉണ്ടാവോ? പിശുക്കന്മാരെ വേറെ തിരിച്ചറിയാൻ പറ്റും. ആൾക്കാരെ പറഞ്ഞു പിശുക്കനാണ്,
നല്ല സുഹൃബന്ധം കിട്ടും. ഓൻ്റെ കൂടെ ആ ഒരു യാത്ര പോലെ, പിന്നെ ഓൻ്റെ ചിലവൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെ പറയും. പിശുക്ക് പാടില്ലെന്ന മുഹ്ലികാത്തുൻ, ജീവിതം നശിപ്പിച്ചു കളയും. വയഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരു മനുഷ്യൻ സ്വയം അഭിമാനം കൊള്ളുന്നത്. ഒരാൾ സ്വയം പൊക്ക, അതെന്തോ ഒരു SP എന്നൊക്കെ ആരോ പറഞ്ഞു. ശരി, ഞങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്. ഒരാളെ പറ്റി SP എന്ന് പറഞ്ഞാൽ സ്വയം പൊക്കൻ ആളാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ രണ്ടു ആളല്ലേ SP ആട്ടോ എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ സ്വയം പൊങ്ങ, അത് വളരെ താണൊരു സ്വഭാവമാണെന്നാ. വളരെ താഴ്ന്നൊരു സ്വഭാവമാണത്. ഇഅജാബുൽ മർഇ ബിനഫ്സിഹി, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. നമ്മൾ എന്തിനാ പൊങ്ങുന്നത്? അള്ളാഹുവാണ് പൊക്കിത്തരുന്നവൻ, നമ്മൾ പൊങ്ങാൻ പാടില്ല. ഇഅജാബുൽ മർഇ ബിനഫ്സി, ഷോ ഓഫ്. നമ്മുടെ സെൽഫി ഫോട്ടോ ഒക്കെ അതാണ്. ഇഅജാബുൽ മർഇ ബിനഫ്സി, സ്വയം എടുത്ത് പബ്ലിഷ് ചെയ്യാം, സ്വയം എടുത്തിട്ട് വിടുക. ഇത് ഇഅജാബാണ്. ഒരു മനുഷ്യൻ സ്വയം അഭിമാനം കൊള്ളാണ്. സ്വന്തത്തെ പറ്റി ഇഷ്ടപ്പെടുമ്പോഴല്ലേ ഇത് ചെയ്യുക. സ്വയം എടുക്കണം, മറ്റുള്ളവർ എടുത്തു പോവുക. ഇത് ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടത്, അതൊരു ഡിസ്ക്ലൈമർ എന്നൊക്കെ പറഞ്ഞ ഒരു ഇമെയിൽ വരുമ്പോൾ അടിയിൽ ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ സംഭവം വരാറില്ലേ? അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി. അത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പോ ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്നും എൻ്റെ ഒരു അപേക്ഷയാണ്. നല്ല ഒരുപാട് മനുഷ്യന്മാരുള്ള കൂട്ടത്തിൽ ഫ്രോഡുകളും കൂട്ടത്തിലുണ്ടാവും. എത്രയോ ആളുകൾ ഉസ്താദന്മാരെടുത്ത് വന്ന് ഫോട്ടോ എടുക്കും, കൂടെ നിന്നിട്ട് സെൽഫി അടിക്കും. ഇവൻ പിടികിട്ടാ പുള്ളിയും ക്രിമിനലും ആയിരിക്കും. നമുക്കറിയാൻ പറ്റില്ല ആരായി കൂടെ നിന്ന് ഫോട്ടോ എടുത്ത്. എന്നിട്ട് അവൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. അവന്റെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ ഇതാ ഇന്നാലിനാളുടെ കൂടെ. ഇവൻ ആനക്കള്ളനായിരിക്കും. അങ്ങനത്തെ ചില വിളവന്മാർ ഒരുപാട് ആളുകളുണ്ട്. പാണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാർ അവരുടെ പേരിൽ വാട്സപ്പ് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ മഹാന്മാരെ സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഖാദിമാർ പോലെയുള്ള വലിയ വലിയ ആളുകൾ അവരുടെയൊക്കെ പേരുപയോഗിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന സെൽഫി പിക്ചർ എടുത്തിട്ട് അവര് അടിച്ചുവിടുകയാണ്. ഇത്ര ബന്ധമുണ്ട്, ഇന്റെ വളരെ അടുത്താണ്. അപ്പൊ ആൾ പടച്ച റബ്ബേ, ഇവൻ ഇത്ര ഹാൻഡ് ഉണ്ടോ? വലിയ വലിയ മന്ത്രിമാർ, പാണക്കാട് തങ്ങള്, അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ ഏതെങ്കിലും ഒരു സദ്യക്കോ കല്യാണത്തിനോ വന്നാൽ അവിടെ പോയിട്ട് അടുത്തു പോയിരിക്കുക, ഒരുത്തരെ ഏൽപ്പിക്കുക ഫോട്ടോ എടുക്കാൻ. എന്നിട്ടൊരു തോണ്ടും മനുഷ്യൻ തിരിഞ്ഞു നോക്കൂല. അപ്പൊ ക്ലിക്ക് അടിക്കും. അപ്പൊ കാണും പടച്ച റബ്ബേ, കാര്യമായൊരു ചർച്ചയാണ് രണ്ടാളും നടക്കുന്നത്. ഇത്ര അടുത്ത ബന്ധമുണ്ടോ? അങ്ങനെ തട്ടിപ്പ് നടത്തുന്ന മനുഷ്യന്മാരുണ്ട്. ശ്രദ്ധിച്ചേക്കണമേ, നല്ല കരുതലോടെ നിൽക്കാം. അവരുടെ പേര് പറഞ്ഞ് പൈസ തട്ടും. പിന്നെ ഉസ്താദിന് എന്തോ കാര്യമായ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളോട് പറയാൻ മടിയായിട്ടാ ഉസ്താദ് ഒരു 10,000 തരാൻ പറഞ്ഞേക്കണം. പൊന്നാര മുഅ്മിനീങ്ങളെ, എന്നെ പറ്റിയുള്ളതാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഞാൻ ആരും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പൈസ വാങ്ങിക്കുക, എന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, നുണയാണ്. ഉസ്താദിന്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. അതാരാ പറഞ്ഞ് നീക്കോലെ കിട്ടണം, എന്ത് തെളിവ് വേണം, അതാര് വാങ്ങിച്ചു എന്ന് എനിക്കറിയണം. പേരിലൊക്കെ ദുരുപയോഗം ചെയ്യും. സ്റ്റേജിമ കാര്യം ഒന്ന് മന്ത്രിക്കുക, വേല നടക്കാൻ പോണ സമയത്ത് സ്റ്റേജിമ കാര്യം എന്നിട്ട് സ്വകാര്യം വരെ നമുക്ക് പറയാൻ പറ്റും, ഇറങ്ങിപ്പോടോന്ന്. ആ നേരത്തെ ആരെങ്കിലും വെച്ച് ഫോട്ടോ എടുപ്പിക്കും. എന്നിട്ട് ഇതാണ് ഫേസ്ബുക്കിൽ വിടുക. വളരെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അടുത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുക പറഞ്ഞാൽ വലിയ 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 സ്ഥാനമല്ലേ. എന്ത് സ്ഥാനം? തട്ടിപ്പ് നടത്തുന്ന മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും എത്രയോ നല്ല ആളുകൾ എൻ്റെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ സമ്മതം കൊടുത്തവര്. വാളാണ്, നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, നിങ്ങൾ ചെയ്തോളൂ. എനിക്ക് ഏതായാലും അതൊന്നും ചെയ്യാൻ പറ്റാറില്ല, ഞാനത് ഉപയോഗിക്കുന്നില്ല, നിങ്ങളത് ചെയ്തോളൂ. വാട്സപ്പ് അക്കൗണ്ടുകൾ ഒരുപാട് ആളുകൾ ഞാൻ അറിയാതെ ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ദഅവത്ത് ചെയ്യാൻ ചെയ്തോളൂ. പക്ഷേ ഈ വാട്സപ്പ് അക്കൗണ്ടുകളൊക്കെ ചെല്ലുമ്പോൾ ഉസ്താദ് നടത്തുന്നതാണെന്ന് വിചാരിച്ച് എന്നോട് നിങ്ങൾക്ക് പറയാനുള്ളത് അതിൽ പറഞ്ഞു കൊടുക്കണ്ട. അത് ഞാൻ അറിയാതെ പോകും, ഞാനതറിയില്ല. എന്റെ പേരിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് കിട്ടാൻ എത്ര പൈസ കൊടുത്ത ആള് ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലേ, ഞാൻ തുറന്നു പറയാണ്. ഏതെങ്കിലും വാങ്ങുന്നൊക്കെ ഞാനായിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞ് ഞാൻ എന്റെ മൊബൈലിൽ അത് ഡേറ്റ് കുറിച്ച് വെച്ചാലല്ലാതെ ഒരാൾക്കും അങ്ങനെ ഒരു സംഗതിയും കൊടുത്തിട്ടില്ല. അങ്ങനെ വല്ലതും ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫോൺ വിളിച്ചാൽ മതി. ഇപ്പൊ ഞാൻ കുറച്ചു കാര്യം ഫോൺ ഓഫ് ചെയ്ത് വെക്കാറാ പതിവ്. വിളിയോട് വിളിയായിട്ട് എന്റെ ചെവി വേദനയായി തുടങ്ങി. അപ്പൊ ഞാൻ ഓഫ് ചെയ്ത് വെക്കല. സൈലന്റ് ആക്കി വെച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കാൻ ബാധ്യസ്ഥനാ. അപ്പൊ ഞങ്ങൾ വെക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. അതിൽ വന്ന വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പിന്നെ ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നിങ്ങൾ കരുതിയിരിക്കാം. പല ആളുകളും പല കേസുകളിലും വളരെ മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകൾ ഈ രീതിയിൽ സയ്യിദന്മാരുടെ ഒക്കെ പേര് ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നുണ്ട്.
ഏതെങ്കിലും വിഷയം, അബുദാബിയിൽ നടക്കുന്ന ക്ലാസ്സോ നാട്ടിലെ ക്ലാസ്സോ അതിനെ സംബന്ധിച്ച് ഒരു ഡിജിറ്റൽ ക്ലാസ്സൂടെ നമ്മുടെ റസാഖ് ഭായ് ഒക്കെ നടത്തുന്നുണ്ട്. വളരെ വേറെ ഒരുപാട് സുഹൃത്തുക്കൾ പല കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള വിതരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊന്നും ഉസ്താദിന് എന്തില്ല, ഒരു പങ്കുമില്ല, അതിൽ ഒരു ലാഭവിഹിതമോ ഒന്നുമേ ഞാൻ അതിൽ പറ്റുന്ന ആളല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം എന്റെ പേരിൽ വന്നാൽ നിങ്ങൾ എന്നോട് പറയണം. അത് നാട്ടിൽ പോയിട്ട് നാട്ടിലത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും ചർച്ച ചെയ്യേണ്ട, എന്നോട് വന്ന് ചോദിക്കുക, ഇങ്ങനെയൊക്കെ വിഷയം എന്താണ് ഇതിന്റെ സത്യാവസ്ഥ. അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്തു പോയി ചർച്ച ചെയ്താൽ ഞാൻ അറിയില്ല. അതുകൊണ്ട് സെൽഫി ഫോട്ടോ എടുത്തിട്ട് മനുഷ്യൻ അഭിമാനം കൊള്ളുന്ന ഈ ഏർപ്പാട് അത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് നിർത്തിവെക്കണം. അതിലെ ഫ്രോഡുകളായ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് ഞാൻ അറിയിക്കുകയാണ്. അത് നിങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം. ഒരുപാട് പണ്ഡിതന്മാർ, സമസ്തയുടെ ആലിമീങ്ങളുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട്, വാല് പറയുന്ന ഉസ്താദുമാർ, അവർ ഉറങ്ങിക്കിടക്കണ നേരത്തെ പോയിട്ട് ഉറക്കമടിച്ചിട്ട് സെൽഫി അടിക്കുക. ഉസ്താദിന്റെ കൂടെ ഉറങ്ങുകയാണ്. അപ്പൊ ഡേറ്റ് കിട്ടണമെങ്കിൽ ഇതാ വിളിച്ചോളൂ, എന്റെ പേരിൽ വിളിച്ചാൽ ഞാൻ ഡേറ്റ് ആക്കി തരാം. ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്ന മനുഷ്യന്മാർ നാട്ടിൽ ഒരുപാടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഉസ്താദന്മാരും തങ്ങന്മാരും ഈ വിഷയം അറിയില്ല, പച്ചപ്പാവം, അവർക്ക് പോലും അറിയില്ല എന്തൊക്കെയാ ഇതിൽ കൂടെ നടത്തിവിടുന്നത് എന്ന്. അപ്പൊ ഈ ഫോട്ടോ വെച്ചിട്ടുള്ള മനുഷ്യന്റെ ഈ ഷോ ഓഫ്, അതിന്റെ പേരിൽ നടക്കുന്ന സർവ്വ ഫ്രോഡുകളെയും നിങ്ങൾ തിരിച്ചറിയണം. എത്രയോ ആളുകൾ വളരെ നന്നായി ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട് കേട്ടോ, അത് ഞാൻ മറച്ചു വെക്കുകയല്ല. ഒരുപാട് ആളുകൾ നന്മ മാത്രം ഉദ്ദേശിച്ച്, ഞാൻ അതിന് പൊരുത്തം കൊടുത്തിട്ടുണ്ട്, എനിക്കത് സമ്മതവുമാണ്, എന്റെ പേര് ആരെ പേരും കൊടുത്തോട്ടെ, ദഅവത്ത് ചെയ്യല്ലേ, അൽഹംദുലില്ലാ. അതിന്റെ പേരിൽ ഒരു കാശിന്റെ ഏർപ്പാട്, ഒരു പിരിവ്, ഉസ്താദ് പറഞ്ഞു അതൊന്ന് ഞാൻ നേരിട്ട് നിങ്ങളോട് പറയല്ല, നിങ്ങളത് ചെയ്യരുതേ, ഞാൻ അറിയാത്തത് എന്റെ പേര് പറഞ്ഞു ഉസ്താദിന്റെ അമ്മായിന്റെ കുട്ടിയാന്ന് പറഞ്ഞ ഒരാളെ പിരിവടത്തിയിരുന്നു മുമ്പുറത്ത്. ഉസ്താദിന് അങ്ങനത്തെ ഒരു അമ്മായിന്റെ കുട്ടിയില്ല. ഉസ്താദിന്റെ എളാപ്പാന്റെ കുട്ടിയാന്ന് വേറെ, ഉസ്താദിന് എളാപ്പന്നല്ല, പിന്നെ എളാപ്പാന്റെ കുട്ടിയാണ്. അങ്ങനെ ബസ്സിന് കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ നേരിട്ട് എന്നെ അറിയിക്കണേ. ദയവ് ചെയ്തിട്ട് അത്തരം തട്ടിപ്പുകളൊന്നും പെട്ടുപോകണ്ട. അത് ഞാൻ സാന്ദർഭികമായി നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനല്ലാഹ്. ഇതല്ല നാട്ടിലെ സംഭവം, ഇവിടെ അല്ല. അപ്പോ ഇത് ഇവിടെ എല്ലാവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലേ അതിന്റെ പേരിൽ വല്ല തട്ടിപ്പും നടന്ന ഞങ്ങൾ വിചാരിക്കും ഉസ്താദ് ഇതിന്റെയൊക്കെ കമ്മീഷൻ വാങ്ങുന്ന ആളാണ്. ഉസ്താദ് അങ്ങനെ ഏർപ്പാടില്ല. നമ്മുടെ കേസറ്റ് നാട്ടിൽ വേദ നടക്കുന്നുണ്ട്. അത് കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ, പാവപ്പെട്ട മുഅല്ലിമീങ്ങളുടെ ഒരു നിധിയുണ്ട്. അതിലേക്ക് നമ്മുടെ അബ്ദുറഹ്മാൻ തങ്ങളടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരൊക്കെ ആ വിഷയം ഉന്നയിച്ചപ്പോഴാണ് അവരാണ് കേസറ്റ് ഇറക്കുന്നത്. അത് വേറെ ആരും ഇറക്കാൻ പാടില്ല എന്ന് നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ഉസ്താദ് ബിസിനസ് ചെയ്യല്ല. ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കായ് ഉണ്ടാക്കാം, അതൊന്നും ചെയ്യുന്നില്ല. അതങ്ങനെ പോട്ടെ എന്നാണ്. അല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ, ഉസ്താദിന് വേദന ഇത്ര ഫീസ് എങ്ങാനും വല്ലതും പറഞ്ഞ് എനിക്ക് അറിയിച്ചേരണേ. ഉസ്താദ് ജീവിതകാലത്ത് ഇക്കാലം വരെ പറയാത്തൊരു സംഗതിയാണ്. പൈസ തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്, കുറെ തരുന്നവരുണ്ട്, വളരെ മിനിമം തരുന്നവരുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. എന്നല്ല ഉസ്താദ് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞ് വാങ്ങുക, ഉസ്താദിന്റെ വണ്ടിക്ക് ഇത്രയാ വാടക എന്ന് പറയാം, എന്നിട്ട് വാങ്ങിക്കുക. പച്ച നുണ പറഞ്ഞ് മനുഷ്യന്മാരെ പൈസ കയ്യിലാക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അങ്ങനെ ജീവിക്കുന്ന വളവന്മാരുണ്ട്. അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയാം, കുറെ കാലം കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ അത് തിരുത്തി പറയാണ്. അൽഹംദുലില്ലാഹ്. എന്റെ കൂടെ വരുന്ന വളരെ ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളുണ്ട്. അബൂബക്കർ, റമീസ് എന്നൊക്കെ വളരെ സത്യസന്ധരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ആളുകളാണ്. എന്നാൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ആൾ എന്തെങ്കിലും ചെയ്തു, നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞാൽ മതി, നാട്ടിൽ പോയി ചർച്ച ചെയ്യണ്ട, എന്നോട് ചോദിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തായാലും സത്യാവസ്ഥ, വിഷയം പരിഹരിക്കാവുന്നുള്ളൂ. അത് ഞാൻ ചോദിക്കും, എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനെ വല്ല തട്ടിപ്പ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉസ്താദന്മാരുടെ പേര് പലതും നടക്കും. പ്രത്യേകിച്ച് വ്യാതും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ആ പേരും പറഞ്ഞ് പലതും മനുഷ്യന്മാർ മുതലെടുക്കും. അത് എനിക്കിഷ്ടമല്ല. നമ്മളങ്ങനെ കച്ചവടത്തിനല്ല ഈ സംഭവത്തിന് ഇറങ്ങുന്നത്, ദഅവത്താണ്. അതിൽ മായം ചേർക്കരുത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഖൈർ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേൾക്കുന്നതും ഞങ്ങൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ അമലുകളിൽ വരുന്ന പാകപ്പിഴകളും തെറ്റുകളും നീ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണമേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ മറ്റൊരാളിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നതിന്റെ മുമ്പേ അത് ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി തരണേ തമ്പുരാനെ. റഹ്മർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഖൽബിനുള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളോ മോശപ്പെട്ട വിചാരങ്ങളോ തോന്നലുകളോ അല്ലാഹു നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബിനെ നീ ശുദ്ധിയാക്കി താ റബ്ബേ. ഞങ്ങളുടെ ഹൃദയ
ഹൃദയം ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബിനുള്ളിൽ നിനക്കിഷ്ടമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളും അള്ളാഹു സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തരുടെയും ഖൽബിൽ നിന്ന് നീക്കിത്തരണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ഖൽബിനുള്ളിൽ യഖീനും ഈമാനും അള്ളാഹുവെ നിന്റെ നൂറും നീ നിറച്ചു തരണമേ. അള്ളാഹ് റഹ്മാൻ റഹീമായ റബ്ബിയുടെ ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ച ഒരുപാട് രോഗികൾ അള്ളാഹു അവർക്ക് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യിക്കാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള മക്കൾ, അവരൊക്കെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത മക്കളിൽ നിന്ന് ഉൾപ്പെടുത്തണമേ. അള്ളാഹുവെ ആ മാതാപിതാക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ. അള്ളാഹു ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആയുസ്സും ആരോഗ്യവും സലാമത്തും തഖ്വയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. ബിജാഹി സയ്യിദിൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവിടെ ആരെല്ലാം എന്തെല്ലാം അപേക്ഷകൾ തന്നിട്ടുണ്ടോ അതൊക്കെ നീ അറിയുമല്ലോ റബ്ബേ, അതൊക്കെ നീ ഹാസനാക്കി കൊടുക്കണേ തമ്പുരാനെ. വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.